ഞങ്ങൾ സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ചേർന്ന് സ്തോത്രം ചെയ്യുന്നു. Gracious Heavenly Father, we come together and we worship you today. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. We have a joy in us because you are in the midst of us. അങ്ങ് ഈ മീറ്റിങ്ങിനെ നിയന്ത്രിക്കുന്നതാണ് ഞങ്ങളുടെ അനുഗ്രഹം. Lord, you are the one who is going to control this, and that is a blessing for us. തുടർന്നും കർത്താവേ, ഞങ്ങൾ എല്ലാവരോടും കർത്താവിന്റെ തിരുവെഴുത്തുകളിലൂടെ ഇടപെടണമേ. Lord, talk to us through all your words and your verses today, ചില Lord. പുതിയ ഡിസിഷൻസ് കാണുവാൻ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കണമേ. Lord, we will see some decisions taken and some souls saved today. ഒരു തലമുറയെ അങ്ങ് പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. Lord, we thank you very much for generations will be saved by you. സകല യേശു കർത്താവിന്റെ വലിയനാമത്തിനെ കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ. In the name of the Lord Jesus Christ, we ask this prayer. ആമേൻ, ആമേൻ, ആമേൻ. Please be seated in the presence of God. Thank you. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ മിഷൻ ഇവന്റിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്കുള്ള നന്ദി അറിയിക്കുന്നു. Once again, I would like to thank the organizers who have invited me to this meeting. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ഡേ ബൈ ഡേ ലൈഫിൽ എങ്ങനെ ഒരു മിഷൻ ലൈഫിലൂടെ സഞ്ചരിക്കാമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. What we are going to concentrate today is how you will be able to guide yourself to lead a mission-led life. എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനഭാഗമുണ്ട്, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ. Everyone knows this words. Matthew chapter 28 verses from 18. Matthew chapter 28 from 18, please. യേശു കർത്താവ് ഇങ്ങനെ പറയുക. യേശു അടുത്ത് ചെന്നിട്ട്, ആമേൻ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. Then Jesus came to them and said, all authority in heaven and on earth has been given to me. Therefore go and make disciples of all nations, baptizing them in the name of the Father and the Son and the Holy Spirit, Amen. and teaching them to obey everything I have commanded you. ഞാനോ ലോകാവസാനത്തോളം എല്ലാം നാളെ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. And surely I am with you always to the very end of the age. ആമേൻ. നമ്മൾ ഒരു മിഷൻ അകത്താണ് നിൽക്കുന്നത്, നമ്മൾ ആദ്യം വിശ്വസിക്കണം. The very first thing you must believe is that you are standing in a mission field. നമുക്ക് എല്ലാവർക്കും ഒരു കോളിംഗ് ഉണ്ടെന്ന് വിശ്വസിക്കണം. You have to believe that you all have a calling. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. The Lord Jesus Christ very clearly says, make disciples of all nations. എപ്പോഴും ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾ എല്ലായിടത്തും ചെന്ന് സുവിശേഷം പറഞ്ഞിട്ട് നിങ്ങൾ അവരെ വിശ്വാസികളാക്കണമെന്നല്ല പറഞ്ഞത്, ശിഷ്യന്മാരാക്കുക. It doesn't say that you have to make them believers. It says very clearly you have to make them disciples. എന്താണ് ശിഷ്യത്വം എന്നതിന്റെ മീനിങ്? What is the meaning of discipleship? ആമേൻ. imitate both the life and teaching of the master. It says imitate both the life and the teaching of the master. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ആരാ? Who is our master? കർത്താവായ യേശു ക്രിസ്തു. The Lord Jesus Christ. ആമേൻ, ആമേൻ. വിശ്വാസികളുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. There is a character of the believers. ആമേൻ. എപ്പോഴും ഇങ്ങോട്ട് വരണം വരണം തരണം തരണം എന്നുള്ള പ്രാർത്ഥനയായിരിക്കും. Sometimes they always think it should come or give me. എന്നാൽ ഡിസൈപ്പിൾസിന്റെ ക്യാരക്ടർ നമ്മൾ അപ്പോസ്തല പ്രവർത്തികളിലൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, But when you concentrate on the characteristics of discipleship, അപ്പോൾ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, കർത്താവേ, എനിക്ക് നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? The discipleship have to have a character. Lord, myself, what should I be able to do for you? എൻ്റെ മാസ്റ്ററിനെ എനിക്ക് എങ്ങനെ പ്ലീസ് ചെയ്യാൻ കഴിയും? How will I be able to please my master? ആമേൻ. എപ്പോഴും ഡിസൈപ്പിൾ മാസ്റ്ററുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. Always the disciple will be connected with the master. ആമേൻ, ഹല്ലേലൂയ. ഡിസൈപ്പിളിന്റെ ഒരു ആഗ്രഹമുണ്ട്, എപ്പോഴും കർത്താവിനെ ഒന്ന് ലിസൺ ചെയ്യണമെന്ന്. The disciple has a willingness to always listen to his master. ആമേൻ, ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം മുതൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കിന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവിടെയും പറയുന്നുണ്ട്, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ നമ്മളവിടെ അതിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, 16:20, അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു കർത്താവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. Mark chapter 16 verse 20 very clearly says that, then the disciples went out and preached everywhere, and the Lord worked with them, confirmed with the word of and signs, and accompanied them. സുവിശേഷം പറയുക എന്നുള്ളത് ഈ ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗമാണ്. The great commission has a part is that you have to speak the gospel. ഇപ്പോൾ തിരുവെഴുത്തുകളിലെ പുസ്തകങ്ങളുടെ എണ്ണക്രമം മുഴുവൻ അറിഞ്ഞില്ലെങ്കിലും,
If you do not know the indexes of all the books in the Bible, അറിയരുത് നല്ലത്, പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. I'm not saying that you should not be knowing. It's good if you know it. ആമേൻ. ഞങ്ങൾ സാധാരണ നമ്മളെ ഈ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് ഒരു 4 സ്ക്വയർ ഗോസ്പൽ എന്നാണ് സാധാരണ പറയുന്നത്. In the Pentecostal movement, we usually say Foursquare movement. ആമേൻ. നമുക്കൊരു 4 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് അതിനകത്ത്. And in that itself, there are 4 types of groups. യേശു പാപികളെ രക്ഷിക്കുന്നു. Jesus Christ is saving the sinners. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. Jesus Christ is healing the sick. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ തരുന്നു. Jesus Christ is giving you the Holy Spirit. യേശു കർത്താവ് വേഗം മടങ്ങി വരുന്നു. Jesus Christ is coming back soon. സിമ്പിൾ ഗോസ്പലാ. It's a very simple gospel. ആമേൻ. Hallelujah. പുറത്തു സുവിശേഷവും അകത്തു ഉപദേശവും. Outside you are giving the gospel, inside you are having the teaching. നമുക്ക് ആർക്കൊക്കെ സുവിശേഷം പറയാൻ കഴിയും? How many people or how you can speak the gospel to others? സുവിശേഷം പറയണമെങ്കിൽ ബൈബിൾ കോളേജിൽ പോകണോ? Do you have to go to the Bible college if you have to speak the gospel? ബൈബിൾ കോളേജിൽ പോകുന്നത് നല്ലതാണ്, അതൊരു അനുഗ്രഹമാണ്. If you go to the Bible college, it is good, it is a blessing. പക്ഷേ ഒരു കാര്യമുണ്ട്, സുവിശേഷം പറയണമെങ്കിൽ ആമേൻ ബൈബിൾ കോളേജിൽ പോകണമെന്നില്ല. If you really want to speak the gospel, you really don't have to go to the Bible college. ആമേൻ. പുറത്ത് നിങ്ങൾ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെ അകത്തേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ദൈവദാസന്മാർ അവർക്ക് ഉപദേശം കൊടുത്തോളൂ. In the outside, if you speak about the gospel and you invite them inside the church, you have the elders, you have the pastors who will be able to guide them. ആമേൻ. ഹല്ലേലൂയ. സുവിശേഷം പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു അതോറിറ്റി ദൈവം തന്നിട്ടുണ്ട്. And to understand the gospel itself, we have an advocate with us. നമ്മൾ സുവിശേഷം പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടന്നിരിക്കും. And when you speak about the gospel, there will be miracles, there will be signs, and there will be healings. നമ്മൾ ഒരു കാര്യം വിശ്വസിക്കണം, ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയേണ്ടത്. You must understand this very clearly, that this is your responsibility to speak about the word of God to other people. ജസിം പാസ്റ്റർ 1-2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. പലർക്കും റീച്ച് ചെയ്യാൻ കഴിയാത്ത, ഇപ്പോൾ ഉദാഹരണത്തിന് ഷിബു പാസ്റ്റർക്കോ ബ്ലസം പാസ്റ്റർക്കോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകരെന്ന നിലയിൽ ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ മേലാത്ത നിലവാരത്തിൽ നിങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ട്. And as I was speaking to Pastor Shibu and Pastor Blesson and Pastor Jeswin, I could understand one thing, that there are many connections which we will not be able to do here, but you as an individual can do it outside the church. Praise the Lord. Praise the Lord. Hallelujah. Amen. എത്ര പേർക്ക് ജോലിയിൽ ഒരു ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നു? How many people here would like to have a raise in their job and they want to go higher levels? Thank you very much. എനിക്ക് ശിവ പാസ്റ്റർ ഇവിടെയുള്ളവരെല്ലാം ഹൈപ്പർ ഹോളിനെസ്, ആർക്കും അത് വേണ്ട. I think it's too much hyper holiness here. എല്ലാവരും നിത്യത മാത്രം ഫോക്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. I feel like that everyone is ready to go to the eternal life now. All right, okay. നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? How many people literally require that you require a big breakthrough in your life? ഓക്കെ, എൻ്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ പറയാം. I will tell you a breakthrough that happened in my life. ജസിം പാസ്റ്റർ പ്രത്യേകമായിട്ട് പറഞ്ഞു, നമ്മുടെ ചർച്ചിൻ്റെ അനുഭവങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസൂടെ പറയണം. എനിക്ക് അതിനുള്ള പെർമിഷൻ ഷിബു പാസ്റ്റർ തന്നിട്ടുണ്ട്. And I have the permission from Pastor Shibu as well as from Pastor Jeswin that I must say something which happened in my life as a testimony. നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോഴത്തേന് ഇതെല്ലാം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. When we all walk through this, I believe that this will be a blessing to your life as well. ഓക്കെ, ഞാൻ കർത്താവിനെ അറിയുന്നത് റോമാലേഖനം 1-ാം അധ്യായം ബോംബെയിൽ ഒരു ചെറിയ ഫ്ലാറ്റിലിരുന്ന് വായിക്കുമ്പോഴത്തേക്കിനാണ് ഞാൻ പാപിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. I realized that I was a sinner when I was sitting in a flat in Mumbai reading Romans chapter 1. ആമേൻ. റോമാലേഖനം അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ആ രാത്രി എനിക്ക് മനസ്സിലായി ഞാൻ പാപിയാണ്, എനിക്ക് യേശുവിനെ വേണമെന്ന്. In the night time when I was reading that Romans chapter 1, I understood the fact that I am a sinner and I need Jesus. അന്ന് രാത്രി യേശുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു. In that day itself, I received Jesus as my savior. പിറ്റേ ദിവസം ആമേൻ ഹല്ലേലൂയ, ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്ത്, ഞാൻ ബേസിക്കലി ഒരു നേഴ്സാണ്, പക്ഷെ അന്ന് ഞാനൊരു എയർ കണ്ടീഷൻ മെക്കാനിക്കാണ്. ഓക്കെ, അന്ന് ഞാനൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് 3 ചപ്പാത്തിയും ബോംബെയിൽ ഒരു പച്ചപ്പഴവും തൂക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുക. Basically, I am a nurse, but that time while I was in Bombay, I was an AC mechanic. So I took 3 breads in my plastic bag and I started walking around there. ഞാൻ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. I am going towards my workplace. രക്ഷിക്കപ്പെടാൻ അടുത്ത ദിവസം. And this is the next day after I got saved. എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരാൾ എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയെന്ന്. And I started feeling something, that somebody was walking next to me. ഞാൻ തിരിഞ്ഞു നോക്കി. I looked back. ആരെയും കണ്ടില്ല. I didn't see anyone. 3 പ്രാവശ്യം ഞാൻ തിരിഞ്ഞു നോക്കി. I looked back 3 times. ആമേൻ.
ഞാൻ ആരെയും കണ്ടില്ല. but I did not see anyone. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. And from that day onwards till now, I have never looked back. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, യേശുവിനെ ഞാൻ രക്ഷിതാവായിട്ട് സ്വീകരിച്ച അന്ന് മുതൽ എൻ്റെ കൂടെ ഒരാൾ നടക്കാൻ തുടങ്ങി. I knew one thing very clearly from the day I received the Lord Jesus Christ as my personal savior. Somebody is always with me. ഞാൻ ഏത് യോഗത്തിൽ അത് കഴിഞ്ഞ് ചെന്നിരുന്നാലും, in any seminar or any meeting wherever I go and sit, ദേവദാസന്മാർ എൻ്റെ തലയ്ക്ക് യേശു പറയും, നീ ഫുൾ ടൈം മിനിസ്ട്രിക്കുള്ളതാണ്. and the servants of God would come to me, they would place their hands on me and say, you are there for a full time ministry. ഇത് വർഷങ്ങളായിട്ട് ഇത് കേൾക്കാൻ തുടങ്ങി. And I have been listening this from a very long time, from years. പോകുന്നിടത്തെല്ലാം സുവിശേഷം പറയാൻ കർത്താവ് ഒരു കൃപ തന്നു. From wherever I could go, God has given me the grace to speak the gospel. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നോട് ദൂത് പറയുന്നത് കേട്ട് പലരും വേലയ്ക്ക് ഇറങ്ങി. And the people who, there were times when I was ministered, and by looking at my ministry, by hearing my ministry, people who were next to me, they started entering the ministry, but I was not there. Yeah, many people, through many servants of God, they prophesied to me, I chosen you for a full-time ministry. Whomever heard that, they all came out for the full-time ministry. But at that time, I was doing God's ministry with my job. Anyway, അപ്പോൾ നോക്കിക്കോണം, അപ്പോൾ ഈ ഇറങ്ങിയവരെല്ലാം ചോദിക്കാൻ തുടങ്ങി, നീ എന്നാ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങുന്നത്? The people who heard the prophecy on me, they were in the ministry, and they started asking me, when are you going to go to the ministry? ആമേൻ. ഞാൻ അപ്പോഴത്തേക്കും അദ്ദേഹത്തോട് അവരോടെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളൊക്കെ ഇറങ്ങിയത് കർത്താവ് പറഞ്ഞിട്ടല്ലേ, എന്നോട് കർത്താവ് ഒന്ന് പറയട്ടെ. And I told them one thing, you all came out into ministry because the Lord spoke to me. At the moment the Lord has not spoken to me, that's why I am not in the ministry. Anyway, കർത്താവിന്റെ കൃപയാൽ ഞാൻ യുകെയിലേക്ക് കടന്നു വന്നു. By God's grace I came to UK. കർത്താവിന്റെ കൃപയാൽ പാസ്റ്റർ മിനിസ്ട്രി ഇവിടെ പാസ്റ്റർ മിനിസ്ട്രി ആരംഭിച്ചു. And by God's grace I started ministry here. സഭ വളരാൻ തുടങ്ങി. The church started expanding. അപ്പോൾ പല പ്രാവശ്യം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്, ഇങ്ങനെ പോയാൽ നടക്കുകയില്ല, ഫുൾ ടൈം ആയിട്ട് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. Many times it came to my mind that if I go around like this, it is not going to work. I must go full time ministry. എനിക്കറിയാം എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന ആ പണിക്ക് വേണ്ടിയാണ്. I knew it very well that the Lord has called me for that ministry. ഞങ്ങളുടെ ഒരു ദേവദാസൻ പാസ്റ്റർ പീറ്റർ ഡേവിസ്, എനിക്ക് തോന്നുന്നു പാസ്റ്റർ ബ്ലസ്സനെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും തോന്നുന്നു മാൽമണി, പാസ്റ്റർ പീറ്റർ ഡേവിസ്, അറിയത്തില്ല. ഓക്കെ, പീറ്റർ ഡേവിസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ ഒരു പ്ലംബർ ആയിട്ടാണ് വിളിച്ചതെങ്കിൽ നിങ്ങൾ പ്ലംബർ ആകണം, അല്ലെങ്കിൽ വിജയിക്കത്തില്ല. And I don't know whether you know that there is a Peter Davis like that, a servant of God who was teaching Pastor Blesson here. He had a saying, he was saying very clearly, if the Lord has called you as a plumber, he will use you as a plumber as a ministry. നിങ്ങളൊരു ബിസിനസ്മാൻ ആയിട്ടാണ് വിളിച്ചെങ്കിൽ അങ്ങനെ ചെയ്താട്ടെ, അതിനകത്ത് നിങ്ങൾ ഫ്ലറിഷ് ആകും. If you are a businessman, you do your business, in that business God will flourish you and will use you. പാസ്റ്റർ കോളിംഗ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നിന്നാട്ടെ, അവിടെ നിങ്ങൾ വിജയിക്കത്തുള്ളൂ. If you have a calling of a pastor, the do your ministry, the Lord will bless you and you will be exalted. നിങ്ങൾ എന്താണെങ്കിലും അവിടെ എല്ലാം നിങ്ങൾ സുവിശേഷം പറയണം. Wherever you are placed, you must speak the gospel. അപ്പോൾ അങ്ങനെ നിന്ന് ഞാൻ അവസാനം ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. In the end, I started working in one place. ഞാൻ ഒത്തിരി നാളുകൾ കൊണ്ട് ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു ബർഡൻ തന്നു. From many days, I had a burden in my heart that I should be praying for one of my colleagues who was with me. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ സുവിശേഷം പറയാൻ എനിക്ക് ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. I was constantly praying for him, but I was not getting that gap to speak the gospel to him. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹം വന്നിച്ച് പറഞ്ഞു, പ്രവീണൻ ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഞാൻ മറ്റൊരു ജോലിയിലേക്ക് പോവുകയാണ്, നമുക്ക് വീണ്ടും ഇവിടെ വെച്ചെങ്കിലും കാണാമെന്ന് പറഞ്ഞു. Very soon the gentleman came to me and he said to me, brother, I am going from this place to some other place. If God willing, we will see each other in future. എനിക്ക് വളരെ സങ്കടമായി പോയി. I was very troubled that time. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കൊന്ന് സുവിശേഷം അദ്ദേഹത്തോട് പറയാൻ കഴിഞ്ഞില്ല. Lord Jesus, I was not even able to speak the gospel to him. പ്രിയപ്പെട്ടവരെ, ആമേൻ. പക്ഷെ കർത്താവ് എന്നോട് ആ സമയത്ത് പറഞ്ഞു, within few days അവൻ തിരിച്ചു വരും. And the Lord said to me that time, within few days this gentleman will come back. അത് നിന്റെ സമയമാണ്, നീ സുവിശേഷം പറയണം. And that time you will get the time and opportunity, you must speak the word. പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് ഒരാഴ്ച 10 ദിവസത്തിനുള്ളിൽ അദ്ദേഹം തിരിച്ച് വീണ്ടും ഈ ജോലി സ്ഥലത്തേക്ക് വന്നു. As the word of God spoke to me, in the same way, within a span of 1 week, this gentleman was back in my same place. കർത്താവിന്റെ കൃപയാൽ പോയി അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. And by God's grace, I went to him and I spoke about the gospel. ആ കുടുംബമായിട്ട് രക്ഷിക്കപ്പെട്ടു. And the whole family got saved. അവർ മുഖാന്തരം അവരുടെ റിലേറ്റീവിന്റെ കുടുംബത്തിലേക്ക് ഒരു എൻട്രി ലഭിച്ചു. And by that family, a relative was also saved. അവരും രക്ഷിക്കപ്പെട്ടു. And they were also saved. അവർ സ്നാനപ്പെട്ടു. And they were baptized. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിക്കോളാം. And after some days, God said to me very clearly, get down, go out for a full time ministry. ദൈവം പല കാര്യങ്ങളിലൂടെ ഉറപ്പിച്ചുകൊണ്ട് വന്നു. And the Lord was confirming it through different occasions. ഞാൻ ഈ ബ്രദറിനോട് പറഞ്ഞു, and I told this brother,
ബ്രദറിനെ നേടാതെ തന്നെ ജോലിയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരാൻ കർത്താവിന് പദ്ധതിയില്ലായിരുന്നു. And I said to this brother, unless and until I gain you in the Lord, I don't think God wanted me to come into the ministry. ആരെങ്കിലും ഏതെങ്കിലും ജോലി സ്ഥലത്ത് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, And if there is any person sitting here who is literally struggling in their job place, അവിടുന്ന് വിട്ടുപോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ലായിരിക്കും. and you might be willing to leave out from their place, but it's not going to happen. നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയാത്തതിന് കാരണം എന്താണെന്ന് അറിയാമോ? There is a reason why you are not able to come out of that work. നിങ്ങളിലൂടെ ആരോ ആ വർക്ക് പ്ലേസിൽ വിടുവിക്കപ്പെടാനുണ്ട്. There is somebody God has ordained there to save through you, through your ministry. നിങ്ങളെ ആ ജോലി സ്ഥലത്ത്, ആ ഡിപ്പാർട്ട്മെന്റിൽ, ആ ഏരിയയിൽ ദൈവം അപ്പോയിന്റ് ചെയ്തതിനകത്ത് എന്തോ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. If the Lord has appointed you to a particular place, to a particular job, the Lord has a great purpose from you to be done. ആമേൻ. വിശ്വസിക്കുന്നവനെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. If you really believe that, praise God now. ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് ശക്തമായിട്ട് വളരുകയായിരുന്നു. The first century church was growing on with full power and ഏറ്റവും strength. വലിയ കാരണം ആ ചർച്ചിനെ ലീഡ് ചെയ്ത പരിശുദ്ധാത്മാവാണ്. The very first reason why the church was expanding, it's because the Holy Spirit was leading. ആദിമസഭ പരിശുദ്ധാത്മാവിനെ ശക്തിയായി കണ്ടില്ല, വ്യക്തിയായി കണ്ടു. In the first century, what happened? The Spirit was not seen as a spirit; it was seen as a person. ആയതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് അവരെ സുവിശേഷം പറയാൻ എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നു. That is why the Holy Spirit was literally encouraging them to speak the gospel. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളുടെ മേലുണ്ടല്ലോ. You know very well the Holy Spirit is on us. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടത്. We are saved by the power of the Holy Spirit. പരിശുദ്ധാത്മാവ് നമ്മെ സ്നാനക്കുളത്തിലേക്ക് ലീഡ് ചെയ്തല്ലോ. The Holy Spirit is the one who led you to take baptism. വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ ദൈവാത്മാവ് നമ്മുടെ കണ്ണുകളെ തുറന്നല്ലോ. The Lord has opened our eyes so that you can know the depths and the secrets of the word of God. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നപ്പോൾ അന്യഭാഷകളിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. The Holy Spirit came on us, that's why you were able to speak in tongues. എന്നാൽ മറന്നു പോകരുത്, പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ പർപ്പസ് നമ്മുടെ മേൽ എന്താണെന്നറിയാം. But you must not forget what is the purpose of the Holy Spirit in your life. സുവിശേഷം പറയാനുള്ളതാണ്. It is that you must speak the gospel to other people. ആമേൻ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് എന്തിനാ? ഞാൻ എൻ്റെ ആത്മാവിനെ തരും. എന്തിനു വേണ്ടി? Acts chapter 1, we know very clearly, the word of God says very clearly, I have given my spirit. For what purpose? എൻ്റെ പ്രോമിസ് ഞാൻ നിന്റെ മേൽ തരും. എന്തിനു വേണ്ടിയാ? I am giving my promise to you. For what reason? എല്ലാവരോടും സുവിശേഷം അറിയിക്കാൻ. So that you can speak the gospel to other people. Praise the Lord. Hallelujah. 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 ആമേൻ. നമ്മൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Philippians chapter 2 verse 5 very clearly says, the character of the Lord Jesus Christ be upon you. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന എൻ്റെ പ്രസംഗത്തിൽ ഇന്നൊരു വൈബ്രേഷൻ നടക്കുകയല്ല. ആമേൻ. പല പണികളും നടക്കും, ചുമ്മാ ഒരു വൈബ്രേഷൻ നടക്കുകയല്ല. പക്ഷെ ചില തീരുമാനങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that through this word of God there will not be any vibrations, but there will be certain people who will be taking a dedicated and decisions in their life. ആമേൻ. ചിലയിടത്ത് നമുക്ക് സുവിശേഷം പറയാൻ കഴിഞ്ഞില്ലെങ്കിലും, In some places if you are unable to speak the gospel, ക്രിസ്തുവിന്റെ ഭാവം നമ്മളിലുണ്ടെങ്കിൽ the character of the Lord should be in us. അനേകർ യേശുവിലേക്ക് വരും. The Lord Jesus, many people will be drawn to Jesus Christ. ഞാൻ ദൈവസഭയിലെ പ്രിയപ്പെട്ട പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോട് ഞാൻ പറയാറുണ്ട്. And especially the people who are working in the medical field, I tell them, ആമേൻ, ജോലി ചെയ്യേണ്ട സമയത്ത് ഫോണിൽ കളിച്ചു സുവിശേഷം പറഞ്ഞ് അവർ കേൾക്കുകയില്ല. on the time when you are supposed to work, if you are playing on your mobile phone and then you try to speak the word of God, it is not going to work. നിങ്ങൾ നിങ്ങളുടെ വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് Your work, you have to do it properly. നിങ്ങളുടെ മാനേജറോ ടീം ലീഡറോ നിങ്ങളെ ഷൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, And if your manager or your team leader is a person who is going to shout at you, ആമേൻ, മറ്റുള്ളവർ അവരെ പറയുന്ന പോലെ നിങ്ങൾ പറയരുത്. if other people, the way other people speak, don't speak to them like that. ആമേൻ. പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, കഴിയുമെങ്കിൽ മൂർഖന്മാർക്ക് കൂടെ കീഴടങ്ങിയിരിക്കണം. And Peter says very clearly, if it is possible, be like a fool in there. അപ്പോൾ നിങ്ങൾ ആമേൻ ക്രിസ്തുവിന്റെ ഭാവം നിങ്ങൾ അവിടെ ആമേൻ വെളിപ്പെടുത്തിയാൽ, It is very essential that you show the character of the Lord Jesus Christ in your job place. നിങ്ങൾക്ക് സുവിശേഷം പറയാൻ ചില ഓപ്പണിങ്ങുകൾ അവിടെ തുറന്നു കിട്ടും. The Lord will provide you some gaps and opportunities to speak the gospel. Praise the Lord. Hallelujah. നാം സുവിശേഷം പറയുമ്പോൾ അടുത്ത് നമ്മുടെ ആമേൻ ഹൃദയത്തിൽ ഇരിക്കേണ്ട ഒരു വിഷയമുണ്ട്. When you speak the gospel, one thing that you should have in your heart, സുവിശേഷം പറഞ്ഞ് നമ്മുടെ കിങ്ഡം കെട്ടാനല്ല, ക്രൈസ്റ്റിന്റെ കിങ്ഡം കെട്ടാനാണ് നമ്മെ ദൈവം ആക്കിയിരിക്കുന്നത്. when you speak the gospel, it is not your kingdom that is going to be established, but it is the kingdom of the Jesus Christ that is to be established there. നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഓർത്തോണം, ആമേൻ, ഇത് നമ്മുടെ ബിസിനസ് അല്ല, ഇത് കർത്താവിന്റെ ബിസിനസ് ആണ്. When you speak the gospel, you must understand it is not your business, it is the business of Lord Jesus Christ.
Christ. സുവിശേഷം പറയുമ്പോൾ ചിലപ്പോൾ പലരും അറിഞ്ഞെന്ന് വരത്തില്ല. Many times when you speak the gospel, it is not possible that they may receive it. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സുവിശേഷകരായ പെനിയോ ടോൺ ബ്രദറിനെയോ ഒക്കെ എത്ര പേര് ലോകത്തിൽ അറിയപ്പെടുന്നുണ്ടോ നമുക്കറിയത്തില്ല. Here you know Penny and brother Tony who are sitting here. I do not know how many people even know them. ആരറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. It doesn't matter if people know or not. കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഞാൻ സുവിശേഷം പറയുമെന്നൊരു തീരുമാനം എടുക്കണം. One decision you must say that I must speak the gospel so the kingdom of the Most High God must increase. ചിലപ്പോൾ നിങ്ങൾ ഒരാളെ സഭയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നാൽ ചിലപ്പോൾ പാസ്റ്റർ നിങ്ങൾക്ക് അത്രയും ഞാൻ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകരെ പറയാം, ഞങ്ങൾ നിങ്ങളെ ഗൗനിച്ചില്ലെന്നിരിക്കും. ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല ചെയ്യുന്നതാ, ഇത് സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടിയാണെന്നുള്ള ആ ബോധ്യത്തോടെ ചെയ്താൽ ദൈവം ആ ശുശ്രൂഷ അനുഗ്രഹിക്കും. Sometimes what happens, you might be bringing someone in the church. There is a possibility the elders or the pastors may not have a quick look on them. But you must understand the fact that you are not doing for the pastors or the elders, but you are doing for the children, for the kingdom of the Most High God. നമ്മുടെ ഇന്റൻഷൻ റൈറ്റ് ആണെങ്കിൽ നാം ശുശ്രൂഷയിൽ ഫ്ലറിഷ് ആയിരിക്കും. If your intention is correct and rightly focused, then you will surely flourish. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് യേശു കർത്താവിന്റെ പരീക്ഷയെക്കുറിച്ച് കാണാൻ കഴിയുന്നു. When you go to Luke chapter 4, you will understand the temptation and the test that Lord Jesus Christ went through. ഇതെല്ലാം ഡീപ്പിൽ അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. And you all are the people who know it very deeply about it. ആയതുകൊണ്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്, പിശാച് കൊണ്ടുവന്ന പരീക്ഷകളെ യേശു കർത്താവ് ജയിക്കുന്നു. And you know it very well, Satan brought many tests and trials to Jesus Christ, and Jesus was able to win all of them. ആ മൂന്ന് വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപം, ഈ മൂന്ന് വിഷയത്തെയും കർത്താവ് ജയിച്ചു. And you know it very well when you study that it was the desire of the heart, the desire of the eyes, and the desire was literally captured and was overcome by Lord Jesus Christ. ആദിമ മാതാപിതാക്കന്മാർ വീണുപോയത് ആമേൻ എങ്ങനെയാണെന്ന് അറിയാമോ? ലെസ്റ്റ് ഓഫ് ദ ഫ്ലഷിലും ലെസ്റ്റ് ഓഫ് ദ ഐസിലും പ്രൈഡ് ഓഫ് ദ ലൈഫിലുമായിരുന്നു. എന്നാൽ ക്രിസ്തു ആ വിഷയത്തെ ഇവിടെ ജയിക്കുകയാണ്. And you know very well our forefathers Adam and Eve, they fell down because of the lust of the eyes, the desire of the heart. That those reasons they fell down, and Jesus himself won all three of them. പരസ്യമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഇറങ്ങുന്നതിന് മുമ്പ് ആമേൻ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് മൂന്നിനെയും ജയിച്ചു. And before the Lord Jesus Christ went to the ministry, the Lord was able to win all three kinds of these tests. ആമേൻ ഹല്ലേലൂയ. ഈ മൂന്ന് വിഷയങ്ങളെയും നമുക്ക് ഡേ ബൈ ഡേ ലൈഫിൽ ജയിക്കാൻ കഴിയണം. You will be able to win day by day these three tests. ആമേൻ. ഈ മൂന്ന് വിഷയങ്ങളെ നമ്മൾ ജയിക്കുന്ന ഒരു മിഷൻ നമ്മുടെ മേലുണ്ട്. You need to have a mission so that you will be able to win these three tests in your life. ആമേൻ. അടുത്ത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കർത്താവിന്റെ മിനിസ്ട്രിയിൽ ഉടനീളം ആ പിതാവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം. And the very first thing you must understand is that you need to have a relationship with the Father in heaven so that you may be able to go in the depths of your ministry. യേശു കർത്താവ് മിനിസ്ട്രിയിൽ എത്ര ബിസി ആയിരുന്നെങ്കിലും Jesus Christ was very busy in his ministry. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. And in Luke chapter 5 verse 16 it says very clearly that he went to a desert place and he was praying there. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 6:12 നമ്മൾ കാണുന്നുണ്ട്, ഒരു മേജർ ഡിസിഷന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നു. And Luke chapter 6 verse 12 it says very clearly that he was praying there to take a major decision there. ആമേൻ ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 9:18 യേശു കർത്താവ് തനിച്ച് പ്രാർത്ഥിക്കുന്നു. And Luke chapter 9 verse 18 it says very clearly Jesus was praying there all alone. ലൂക്കോസിന്റെ സുവിശേഷം 9:29 നമുക്ക് കാണുന്നുണ്ട് കർത്താവിന്റെ പ്രാർത്ഥന. And in Luke chapter 9 verse 29 it says Lord's prayer there. ലൂക്കോസിന്റെ സുവിശേഷം 22 നമ്മൾ കാണുന്നത് ഗെത്സമനിയിലെ പ്രാർത്ഥന. In Luke chapter 22 you can see the prayer of Lord Jesus Christ in the garden of Gethsemane. ലൂക്കോസിന്റെ സുവിശേഷം 23:34 നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിനെ ക്ഷമിച്ചുള്ള ആ ക്രൂസിലെ പ്രാർത്ഥന. Luke chapter 23 verse 34 it says very clearly the prayer, the forgiving prayer the Lord Jesus done there. ആമേൻ ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, ലൂക്കോസിന്റെ സുവിശേഷം നമുക്കറിയാം ഡോക്ടർ ലൂക്കോസ് ഇത് എഴുതിയിരിക്കുന്നത്. And you know it very well, the Gospel of Luke has been written by Dr. Luke. ആമേൻ ഹല്ലേലൂയ. മനുഷ്യനായി പിറന്ന ക്രിസ്തുവിനെ, മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന ഒരു സുവിശേഷം. It is a gospel which depicts the Son of God there. It's the character of Son of God. യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് കാണിക്കുക മനുഷ്യരായ നാം എങ്ങനെ ഒരു മിഷൻ ഫീൽഡ് ആയിരിക്കണമെന്ന്. Jesus Christ is showing very clearly as humans how you are supposed to be on the mission field. ആ ദൈവവുമായിട്ടുള്ള ഇന്റിമസിയിൽ നിന്ന് നമുക്ക് മിനിസ്റ്റർ ചെയ്യാൻ പറ്റണം. You will be able to do the ministry and the gospel only when you have an intimacy with God. ആമേൻ ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്താലും, എന്ത് മേജർ ഡിസിഷൻ എടുത്താലും, No matter what you do, no matter what
what kind of decision you are going to take. ചില സമയത്ത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കണം. Sometimes you have to be slow and you have to be steady. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ സ്വരം കേൾക്കുന്നവരെ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. You will have to wait till you listen the voice of the Most High God. ആമേൻ. നമ്മൾ അവസാനമായിട്ട് ഇങ്ങനെ പറഞ്ഞു ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം. Luke chapter 23 says very clearly, Lord Jesus Christ says, Lord, please forgive them. They do not know what they are doing. ഇങ്ങനെ ഒരു പ്രാർത്ഥന എന്ത് റിസൾട്ട് അവിടെ വെളിപ്പെടുത്തുക ക്രൂഷ്യൽ. On the cross, this kind of prayer, what kind of result it brings? ഈ പ്രാർത്ഥന ഏറ്റവും അടുത്തു നിന്ന് കേട്ട ഒരാളുണ്ടായിരുന്നു. And there was a guy who was very next to Jesus Christ and he was listening to this prayer. ക്രൂഷ്യലെ രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളൻ. And the two thieves, out of two thieves, one thief heard that. പുള്ളി ഇത് കേട്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേറെ ആർക്കും കഴിയത്തില്ല. That thief knew it very well. This kind of prayer nobody can do it. അദ്ദേഹം ഇങ്ങനെ പറയുക, അവൻ ആ കള്ളൻ പറയുക, യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണം. And the decision was changed by thief that time and he said very clearly, Lord Jesus, when you come back in your kingdom, please remember me. മറന്നു പോകരുത്, ഈ കള്ളൻ ക്രിസ്തുവിന്റെ ക്രൂശിനരികെ കിടക്കുക. Make sure that you understand that this thief is just lying next to Jesus Christ. ഇനി എന്റെ ഭാഷയിൽ അങ്ങ് പറയാം. Let me tell you in my language. എന്റെ പ്രസംഗം നാട്ടുകാരെ മാനസാന്തരപ്പെടുത്തും. My preach is going to give a bit of a repentance to my people. പക്ഷേ എന്റെ ലൈഫ് എന്റെ വീട്ടുകാരെ രക്ഷിക്കപ്പെടുത്തുള്ളൂ. But my life, how I spend, that will save my family. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? How many people understood this? നമ്മൾ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ വീട്ടുകാർ നമ്മുടെ ലൈഫിലൂടെ കാണണം. When you get saved, your own family members should see that change in your life. ഞങ്ങൾ ട്രാക്ട് കൊടുക്കാറുള്ളപ്പോൾ പല ദൈവസന്നിധിയിലേക്ക് കടന്നു വരാറുണ്ട്. And when you spread the tracts, when you give the tracts, many people come to church. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ദൈവസന്നിധിയിലേക്ക് വരണമെങ്കിൽ, But if somebody has to be saved in my family, എന്റെ ലൈഫ് അവർ കാണണം. they must see my life. യേശുവിന്റെ പ്രസംഗം ഈ കള്ളൻ കേട്ട് കാണുകയില്ല. Maybe possible Jesus, when he was preaching, the thief was not able to പക്ഷേ listen. ക്രൂശിലെ യേശുവിന്റെ ഭാവം ഈ കള്ളൻ കണ്ടു. But when Jesus was seen on the Calvary cross, the way he was dealing that thing, the thief saw it and his life ആ changed. കള്ളൻ പറയും, എനിക്കൊരു രാജാവ് ഉണ്ടെങ്കിൽ അത് ഇവനായിരിക്കും. And that thief is saying very clearly, if I have a king, this will be the king. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവർ നിങ്ങളുടെ പ്രസംഗമല്ല ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ ലൈഫാ ശ്രദ്ധിക്കുന്നത്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. The people who are standing next to you, they will not be listening to your preach, but they will be looking at your life, how you are leading your life. Amen. ഞാൻ ഒറ്റയ്ക്കാണ് കർത്താവിനെ അറിഞ്ഞ ദൈവസന്നിധിയിലേക്ക് എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് വരുന്നത്. I am the only one in my family to receive the Lord Jesus Christ and come out of there. ഞാൻ വന്നു കഴിഞ്ഞപ്പം ഒരിടത്ത് പലയിടത്തും ഇങ്ങനെ സുവിശേഷം പറയാൻ അങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് അവിടുത്തെ അച്ചായൻ എന്നോട് ചോദിച്ചു, മോനെ നീ ഒറ്റയ്ക്കല്ലേ, അല്ല നിനക്ക് അപ്പനില്ലല്ലോ. And when I came out of my family, I was speaking the word of God to a different family. In that family, there was a father who came to me and said to me, are you not the only one who came out of family? ആമേൻ. നിനക്ക് അപ്പനില്ല, നിനക്ക് സഹോദരങ്ങൾ ആരുമില്ല. You do not have father, you do not have the support of your brothers or sisters. നിനക്ക് ഒരു അമ്മ മാത്രമേ ഉള്ളൂ. You have only your mother. അവർ വിശ്വാസി വന്നു ചോദിച്ചു. Have they come to the Lord? പ്രിയപ്പെട്ടവരെ, ഫയർ പോലിരുന്ന എൻ്റെ സുവിശേഷത്തിൻ്റെ വീര്യമൊക്കെ ബക്കറ്റിൽ വെള്ളം കോരി ഒഴിച്ച പോലെ ആയിപ്പോയി. I was speaking the word of God with fire, but when this question arose, everything was quenched as a bucket of water is being poured upon you. അന്ന് ഞാൻ താമസിക്കുന്ന ശുശ്രൂഷിക്കുന്ന ദൈവസഭയിലേക്ക് തല കുനിച്ചവനായിട്ട് കടന്നുപോയി. And that day I bowed my head down and I came back to my place. ഫോൺ അങ്ങോട്ട് എടുത്തു. I took my phone. എൻ്റെ അമ്മയെ വിളിച്ചു. I called my mother. ചാടപ്പടാന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. I started having a bit of a quarrel with my mom on the phone. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ പണ്ടേ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. I told my mom, you were supposed to be saved long back. അമ്മ എന്തുകൊണ്ട് സ്നാനപ്പെടുന്നില്ല? Why are you not getting baptized? ആമേൻ. അമ്മ ഫോൺ കട്ട് ചെയ്യും. My mom disconnected the phone. ഞാൻ അങ്ങോട്ട് പിന്നെ ഫോൺ വിളിക്കും. I called my mom again. എന്നിട്ട് ടെറസിന്റെ മേളിൽ ചെന്ന് ഒച്ച വെച്ച് അമ്മയോട് വർത്താനം പറയാൻ തുടങ്ങി. I went to my terrace and I started shouting and speaking to my mom in a very loud voice. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഈ പ്രോസസ് നടന്നുകൊണ്ടിരുന്നു. And repeatedly this process was continuously going on. കർത്താവ് എന്നോട് സാന്ത്വനമായ സ്വരത്തിൽ പറഞ്ഞു, The Lord said to me in a very calm and quiet voice, നിന്റെ അമ്മയോട് ഇങ്ങനെ ഇടപെട്ട അവർ ദൈവസന്നിധിയിലേക്ക് വരത്തില്ല, അവർ സ്നാനപ്പെടത്തില്ല. if you behave like that with your mom,
don't think that she is going to be saved or getting baptized. എൻ്റെ ഭാവം നിന്നിൽ കാണുമ്പോൾ അവരിങ്ങോട്ട് വിളിച്ചേച്ച് പറയാൻ സ്നാനപ്പെടാൻ പോവാണ്. When my character is shown in your life, your mom will call you and tell you that I need to be baptized. അന്നാ എനിക്ക് ഈ പോയിന്റ് കിട്ടുന്നത്. എൻ്റെ പ്രസംഗം നാട്ടുകാരെ വിടുവിക്കും, പക്ഷെ എൻ്റെ പ്രസംഗം എൻ്റെ അമ്മയോ ബന്ധുക്കാരെ വിടുവിക്കത്തില്ല. That day I received the point that my preach may save the people around me, but it will not save my family if I behave like that. കുറച്ച് വർഷങ്ങളെടുത്തെങ്കിലും ഒരു ദിവസം ഞാൻ സ്റ്റോക്കോണ്ടറിലിരിക്കും, എൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു, മോനെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ സ്നാനപ്പെടാൻ പോവാ. And after some years, my mom called me when I was in Stock-on-Trent, and she said to me, please pray for me, I want to get baptized. നിങ്ങൾക്ക് ദൂത് എന്താ മനസ്സിലായേ? What is the message that you understood there? നമ്മുടെ വീട്ടുകാരോടൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കണം ഫോണിൽ കൂടെ. You should be very careful how you speak to your family member through phone or by face to face. എത്ര പേര് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കുലങ്ങളിൽ നിന്ന് യേശുവിനെ അറിയാനുണ്ട്? How many families are here? You know it very well. Your relatives are not saved till now. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ ലൈഫ് തന്നെ ഒരു മെസ്സേജ് ആയിരുന്നു. The Lord Jesus Christ, his life itself was a message. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ ആരാധനയ്ക്ക് എത്ര പേര് ഇനിയും വരാൻ കിടക്കുന്നു? How many people are there who are still not in the worship that we do for our Lord Jesus? ഞാൻ ഉറക്കെ പറഞ്ഞ പോലെ ആദിമ സഭയുടെ ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഫീൽഡ് ഇവാഞ്ചലൈസേഷൻ ആയിരുന്നു. As I said, the first church, the first century church, the spirit filled evangelism was going on. ആമേൻ. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു. They were filled with the Holy Spirit and they were praising God in tongues. അവർ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചു. They were the people who received the joy of the repentance and the saving. അവർ പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി. When they prayed, the people were healed. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അവരൊരു കാര്യം മറന്നില്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. And they did not forget one thing. They were filled with the Holy Spirit and they kept speaking the gospel. സദൃശവാക്യങ്ങൾ Proverbs chapter 14 verse 25. Proverbs chapter 14 verse 25, please. സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു, ഭോഷ്ക് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു. നമ്മൾ വിളിച്ചു പറയുന്നത് സത്യസുവിശേഷമാണ്. It says a truthful witness saves life, but a false witness is deceitful. ആമേൻ, ഹല്ലേലൂയ. സത്യമായിട്ടുള്ള സുവിശേഷമാണിത്. It is a true gospel that you have in your hand. ഇത് പറയുന്നത് നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമില്ല. You should not be ashamed of speaking the gospel. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആമേൻ ഒരു പുൽപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന സുവിശേഷീകരണം, ആ മൈൻഡ് സെറ്റ് ഒന്ന് മാറട്ടെ. Let me tell you one thing. You should have a different mindset. You should not have this kind of mindset that I should be speaking on the pulpit and I should be speaking the gospel. ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സാക്ഷ്യങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. The Lord has given you a kind of witness in your heart. ഞായറാഴ്ചകളിൽ നമ്മൾ ചർച്ചിൽ ടെസ്റ്റിമണി പറയത്തില്ലേ? As you come to the church on Sunday, you speak about and you witness. അതിനകത്ത് ചില രീതികൾ മാത്രം ഒന്ന് എടുത്തു മാറ്റിയിട്ട് ആ സാക്ഷ്യം ഒന്ന് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് പറയാൻ കഴിയുമോ? Just take out some bits of it and just use your witness experience to your colleagues. നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരോട്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് യേശുവിനെ കുറിച്ച് ഒന്ന് പറയാൻ കഴിയുമോ? You can be able to speak about your witness to the colleagues, the classmates and the people who are working with you. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. The Lord will be able to work there. ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യ പ്രവർത്തികളാൽ അപ്പോസ്തലന്മാരെ സ്വർഗ്ഗത്തിൽ ദൈവം ഉപയോഗിക്കുന്നു. Acts chapter 5 verse 12, this says very clearly, the Lord was doing his ministry. The Lord was saving people, or the people were saved by signs and miracles and healing. ആമേൻ, ഹല്ലേലൂയ. അത് ഇന്ന് നടക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many people believe that it is still working today in this generation? നമ്മൾ പെന്തക്കോസ്റ്റൽ ശക്തിയിൽ വിശ്വസിക്കുന്നവരല്ലേ? We are a people who believe in the Pentecostal power. ആരെങ്കിലും പ്രത്യേകമായിട്ട് ലക്ഷ്യം വെച്ച് ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? If any person who is specially praying for other person for their saving, for saving them, കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം, ജോയ് ഓഫ് സാൽവേഷൻ, മറ്റുള്ളവർ അനുഭവിക്കും, എൻ്റെ കൂട്ടുകാരി, എൻ്റെ കുടുംബക്കാർ, അല്ലെ എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ കുഞ്ഞുങ്ങൾ, ഇങ്ങനെ ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? how many people are literally praying for other people? Lord Jesus, the experience, the joy that I receive while I am receiving the Holy Spirit, or while I am having this joy of salvation, how many people are praying that this kind of joy and salvation experience the other person should also ആ have? പ്രാർത്ഥന നിർത്താതെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചില അത്ഭുതങ്ങൾ നടക്കും. Do not cease that prayer. Continuously pray with that prayer. There will be signs and miracles there. ഞാൻ സ്റ്റോക്കോണ്ടറിൽ നടന്നൊരു സംഭവം പറയാം. I will tell you an incident that happened ഞാൻ in കഴിഞ്ഞ പ്രാവശ്യം Stockholm. നമ്മുടെ സൂം മീറ്റിംഗ് വന്നപ്പോൾ ഇത് പറഞ്ഞാണെങ്കിൽ എന്നോട് ക്ഷമിച്ചാട്ടെ. If I have told about this incident when the Zoom meeting was going on, so please forgive me. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ഫാമിലി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ വരണം. Our one family who is next to our church, he told us, please pray for the family which is next to us. ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് സുവിശേഷം പറഞ്ഞു. We went there, we prayed and we spoke the gospel. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഈ എന്നെ കൊണ്ടുപോയ കുടുംബത്തോട് ഒരു വാക്ക് പറഞ്ഞു, ദയവ് ചെയ്ത്
ആമേൻ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാട്ടെ, പക്ഷെ നിങ്ങളെ ദൈവം ഇവിടെ ഉപയോഗിക്കും. The family who took me to this other family's house, I told them very clearly, you know, you are placed here, so you should be able to do this kind of ministry and to spread the gospel. ഈ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് ദൈവം ഒരു ബേർഡൻ തന്നിട്ടുണ്ട്. You have been given a burden about this family. ഇന്നു മുതൽ നമ്മൾ സഭയായിട്ട് ഈ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. From today onwards, as a church, we will be praying for their salvation. നമ്മുടെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. Our God is able to do great things for them. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഫാമിലിയിലെ ഹസ്ബൻഡ് ബ്രദർ സ്വാമി, അദ്ദേഹം നാട്ടിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. And this family, the husband, his name is Swami, he went back to Kerala, his native place. ആമേൻ. ഈ സ്വർണ്ണ സിസ്റ്റർ ആ സമയത്ത്, സിസ്റ്റർ സ്വർണ്ണ, പ്രിയപ്പെട്ട ഡെനിസും ബ്രദറിനും ബ്രസീലിസ്റ്റർക്കും ഒക്കെ അറിയാം, ഈ സ്വർണ്ണ സിസ്റ്റർ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഇരിക്കുക. അപ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യണമെങ്കിൽ ടി വി വെക്കണം. അപ്പോൾ ടി വി ഓൺ ചെയ്തു. And this name of the sister is Sarna sister. Brother Denison and the family knows them. And it says this sister started giving food to the baby. While giving and feeding this baby, the TV was on. ആമേൻ. പ്രിയപ്പെട്ടവരെ, അത് സ്വർണ്ണ സിസ്റ്റർ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാം അറിയാം, നമ്മുടെ നാട്ടിലൊരു ചാനലുണ്ട്, ഏഞ്ചൽ ടി വി. And you know all very well, there is a TV called Angel TV which comes on, which is broadcasted. അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. This Angel TV is going on the TV. അപ്പോഴത്തേക്കിന് ആമേൻ സിസ്റ്റർ വന്ന് ചോദിച്ചു, ഇതിനെ ക്രിസ്ത്യാനികളുടെ ചാനൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു. ചാനൽ മാറ്റി. And this sister came over there and she said, what kind of TV you are watching? Switch it off. ആമേൻ. ഹല്ലേലൂയ. ചാനൽ മാറ്റി. ചാനൽ And she just changed the channel. ഓരോ ചാനൽ മാറ്റുമ്പോൾ ഏഞ്ചൽ ടി വി മാത്രം വന്നുകൊണ്ടിരിക്കുന്നത്. Each time the channel was changed, the same Angel TV was coming again and again. ആമേൻ. ഹല്ലേലൂയ. ഈ ടി വി കാണാതെ ഈ കൊച്ചു ഫുഡ് കഴിക്കുകയില്ല. The problem is the child will not eat the food unless and until he or she watches the TV. കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി ഈ ചാനലിലെ സിസ്റ്റർ ഈ കുഞ്ഞിന്റെ മുമ്പിൽ ഇത് വെച്ച് തുടങ്ങി. The sister was trying to feed the baby and this TV was on that time. അതിനകത്തൂടെ തമിഴ്നാട്ടിലെ ശക്തന്മാരായ ദേവദാസന്മാർ ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരുന്നു. In that TV, the Angel TV, the broadcasters were quite powerful servants of God from Tamil Nadu, and they were speaking the word of God quite powerfully. സ്റ്റോക്ക്ഹോൾമിലെ ദൈവസഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അകത്തിങ്ങനെ ഒരു പണി നടക്കാൻ ഞങ്ങൾ അറിഞ്ഞില്ല. Stockholm church was praying, but inside the house there is a change going on. We didn't know. ആമേൻ. അഗസ്റ്റിൻ ജുവാറിന്റെ ഒക്കെ മെസ്സേജുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. സുവിശേഷം കേട്ടവർ രക്ഷിക്കപ്പെട്ടു. And the message has been constantly going inside the house, and they heard the gospel there. Hallelujah. സ്റ്റോക്ക്ഹോൾമിൽ നടന്നുകൊണ്ടല്ലേ സന്തോഷമില്ലാത്ത. And it is because it happened in Stockholm. That's why we don't have that kind of joy, isn't it? സ്തോത്രം ചെയ്തേ, ഒരു ആത്മാവല്ലേ. But you must praise God. There is a believer saved there. ആ സഹോദരി ഞങ്ങളെ തുറന്ന വീട്ടിലേക്ക് വിളിക്കുവാനിടയായി തീർന്നു. And that sister next day she called us again. ആമേൻ. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. We prayed for them. ആമേൻ. അവരെ സ്നാനത്തെക്കുറിച്ച് ഞങ്ങൾ ക്ലാസ് എടുത്തു. We took the class for baptism. ആ പ്രിയപ്പെട്ട സഹോദരി പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ടു. That sister took the baptism in the name of the Father, Son and the Holy Spirit. 21 ദിവസം ഉപവാസം ഒന്നും വരുന്നില്ല, അവർ അഭിഷേകം പ്രാപിച്ചു. And they didn't go for 21 days fasting, but they received the anointing. ഈ സമയത്താണ് പക്ക ഹിന്ദുവായ ഞങ്ങളുടെ സ്വാമി ബ്രദർ നാട്ടിൽ നിന്ന് ഇങ്ങനെ നെഞ്ചും വിരിച്ചു വരുന്നത്. And now what is happening? This sister who is from a Hindu background is been saved, and after she's been saved, the husband who was in the native place, he is coming back, but he is a devotee Hindu. ഹസ്ബൻഡ് പറഞ്ഞു, ഈ പോക്കാണ് പോകുന്നെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാൻ തയ്യാറായിക്കോളാം. Husband said very clearly to this sister, if you want to go on this path, let's divorce. സിസ്റ്റർ ഞങ്ങളോട് വന്ന് ഈ വിഷയം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഒരു കാര്യം ചെയ്യ്, സഭായോഗത്തിന് വരണമെന്നൊരു ആഗ്രഹ ഹൃദയത്തിലില്ലേ? When the sister came back to us and spoke about this incident, we spoke to the sister, you have a desire to come to the church, is it not? ഈ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. You need to pray for this subject. ഞങ്ങൾ സഭയായിട്ട് പ്രാർത്ഥിച്ചോളാം. And as a church also we will pray. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. And the church is constantly praying. ഞാൻ പലപ്പോഴും സ്വാമി ബ്രദറിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ഫ്രണ്ട് ഡോറിലൂടെ ചെല്ലുമ്പോഴത്തേക്കിന് അദ്ദേഹം അകത്ത് കിടന്ന് അടുക്കളയിൽ കിടന്ന് ഒച്ച വെക്കുന്നതൊക്കെ എനിക്ക് കേൾക്കാം. Whenever I try to speak to this Swami brother, he would literally go inside the house and he would raise his voice and start to shout quite loudly. അപ്പോൾ സ്വർണ്ണാസ് സാധാരണ പറയും, ഒരു മനുഷ്യൻ വീട്ടിൽ കയറി ഒന്നൊരു ഹലോ എങ്കിലും പറയാൻ പറയും. And that time Swarna sister, his wife said to him, the servant of God is in your house, at least go and say hello to him. നമ്മുടെ മെയിൻ പ്രാർത്ഥന എന്താ? സ്വർണ്ണാസ് ചർച്ചയ്ക്ക് വരാൻ പറ്റണം. Our own main desire was somehow Sister Swarna came to the church. ആമേൻ. ഈ സമയത്ത് ആമേൻ ഹല്ലേലൂയ അവിടെ ഇവര്
ആ വീടിനകത്ത് ഇവർ ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ And when they are sitting inside as a family in this house, ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. the family is doing, all of them are doing different kinds of jobs. ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ല. പെട്ടെന്ന് ആത്മാവ് സ്വർണ്ണശ്രമയിൽ ഇറങ്ങി വന്നു. This is not a pre-planned. Suddenly what happened? The Spirit of God entered Sister Swarna. സ്വർണ്ണശ്ര അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. Sister Swarna started praying in different tongues. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. She started praying in the Spirit. പായിട്ടിട്ടില്ല പ്രാർത്ഥിക്കാൻ, അവിടെ പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കാൻ പെർമിഷനും ഇല്ല. It is not possible to pray there as publicly in that house. ആത്മാവിന്റെ ആ മൂവ്മെന്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇത് എന്ത് പരിപാടിയെ കാണിച്ചു. And when the spirit of the movement was there, at that time, after that, Sister Swarna asked the Lord, what kind of movement was this, God? That is also in my family. സ്വർണ്ണശ്രോത്ത് അടുത്ത സ്റ്റെപ്പ് എന്തും സംഭവിക്കാം. Sister Swarna was thinking, because I did like this, anything could happen next moment. കുഞ്ഞുങ്ങൾ ആ ലോഞ്ചിൽ നിന്നൊക്കെ മാറി കഴിഞ്ഞാൽ പയ്യെ സ്വാമി ബ്രദർ വന്നു സ്വർണ്ണശ്രോട് ചോദിച്ചു, സ്വർണ്ണ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. And after this incident happened, Swami brother came into the house and said, can I ask you one thing, Swarna? സ്വർണ്ണ നിനക്ക് അറബി അറിയാവോ? Swarna, do you know the language, Arabic language? സ്വർണ്ണസ് പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, കാരണം വർഷങ്ങൾ സ്വാമി ബ്രദർ വിദേശത്തായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അറബി അറിയാം, എനിക്കറിയത്തില്ല. Swarna sister said to Swami, I don't know Arabic language. I never heard it. You were there in Gulf, but I never heard Arabic. സഭ ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Remember one thing, when this incident is happening in the family, the church is there praying. ഈ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. The church is praying for the redemption of this family. വളരെ എക്സൈറ്റഡ് ആയിട്ട് സ്വർണ്ണസ് ചോദിച്ചു, അങ്ങനെ അറബിയാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഞാൻ അറബിയിൽ എന്താ പറഞ്ഞത്? And Swarna sister was excited. She said to her husband, Swami, if I spoke in Arabic, what did I speak? Can you translate it? സ്വാമി ബ്രദർ സ്വർണ്ണസോട് പറഞ്ഞു, നീ അറബിയിൽ നിന്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And Swami brother said to Swarna, Swarna, in Arabic language you are praising God. സഭായോഗത്തിന് വിടത്തില്ലെന്ന് പറഞ്ഞ ഇനി നമ്മുടെ പെന്തക്കോസ്തൽ ലാംഗ്വേജ് പറയാം, ആ കെട്ടങ്ങ് പൂട്ടി. And I can say very clearly that kind of bondage which was there in the family was broken that day. സ്വർണ്ണ സഭയിലേക്ക് വരാൻ തുടങ്ങി. Swarna sister started coming to the church. ആമേൻ. ഒത്തിരി കാര്യങ്ങൾ ദൈവം ആ കുടുംബത്തിന് വേണ്ടി ചെയ്തു. And the Lord started doing many things for that family. സ്വർണ്ണ അപ്പനെയും അമ്മയും സ്വാമി ബ്രദറിന്റെ അമ്മയും എന്ന് പറയുന്ന സ്വർണ്ണ അമ്മായിമ്മയും എല്ലാം നമ്മൾ പിതാവിന്റെയും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കോർണർസ്റ്റോൺ ഏരിയയിൽ സ്ഥാനപ്പെടുത്തി. And by the power of the Holy Spirit, the Swarna sisters family, Swami brothers, relatives and everyone, they started coming to the Lord. ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ വിഷയം നിങ്ങൾ മറക്കരുത്. ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം എങ്ങനെയും പ്രവർത്തിക്കും. Do not miss the point which I am trying to tell you here. The point is very clear. If you are praying for somebody and you have a burden for that person, the Lord will surely deliver and the Lord will surely give you the victory. ഇടയ്ക്കും തലയ്ക്കുമായിട്ടൊക്കെ സ്വാമി ബ്രദർ ചർച്ചിലേക്ക് വരാൻ തുടങ്ങി. And in the meantime, Swami brother used to come. Sometimes he used to come to church, sometimes he would not. പല പ്രാവശ്യം സുവിശേഷം വ്യക്തിപരമായിട്ട് പറയാൻ തുടങ്ങി. Many times we spoke to him about the word of God, about gospels. ആമേൻ. ഹല്ലേലൂയ. വളരെ റിവഞ്ച് ആയിട്ട് അഗൈൻസ്റ്റ് ആയിട്ടൊക്കെ നിൽക്കുക. And whenever he used to speak to him, he used to retaliate. He used to have a kind of a revenge behavior. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് ഞങ്ങൾ ന്യൂ ബ്രൈറ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് സഭയായിട്ട് ഞങ്ങൾ ഒരു ടൂറിന് പോകുന്നത്. This incident was happening, and that time we decided we are going to New Bride as a tour. അപ്പോൾ ഞങ്ങൾ എപ്പോൾ സഭയായിട്ട് പോയാലും ഞങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ട്. And whenever as a church we go, we have a system. 3-4 ബസ് എടുക്കും. What we do is that we take around 3-4 buses. എന്നിട്ട് സുവിശേഷം പറയാൻ കൃപയുള്ളവരെ ഓരോ ബസ്സിൽ ഓരോരുത്തർക്ക് സെറ്റ് ചെയ്യും. What we do is that we place in each bus those people who are having the ability and the power to speak the gospel. എന്നിട്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരിക്കലും ചർച്ചിൽ പോകാത്ത കുറേ എണ്ണത്തെ ഫ്രീ ആയിട്ട് ഇങ്ങ് വിളിക്കും. And from the community, what we do is that we bring people who have never gone to church, who don't have any connection, and we place them in this bus. ഈ 1.5 മണിക്കൂർ പിന്നെ നമ്മുടെ കളമാണ്. And this 1.5 hours, what is happening in the bus, you can understand. ആമേൻ. മറ്റുള്ളവരുടെ സുവിശേഷം പറയാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക്. And this is the opportunity when you are able to speak about the gospel. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഞങ്ങൾ അന്ന് ന്യൂ ബ്രൈറ്റനിൽ ചെല്ലുമ്പോൾ, And in this way we were going to New Bride. പ്രിയപ്പെട്ട പാസ്റ്റർ ബ്ലസ്സൻ അറിയാം, പാസ്റ്റർ എഡ്വിൻ എൻ്റെ സീനിയർ മിനിസ്റ്റർ ആയിരുന്നു. അവർ രണ്ടുപേരും നമ്മുടെ ആഫ്രിക്കൻ മിഷനിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലാണ് പാസ്റ്റർ എഡ്വിൻ. And you know Pastor Edwin, who was in touch with Pastor Blesson there, and he was there, who is at the moment in heaven. He has died, he's passed away. ഞങ്ങൾ വളരെ ഈ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിന്, When we were walking through this beach, this area, ഹൃദയത്തിനകത്ത് എന്തോ ഒരു ഭയങ്കര ബേർഡ്. in my heart there was a great burden. ഞാൻ നോക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ നിൽപ്പുണ്ട്. I saw that
that there are many people who are standing there. എങ്ങനെ സുവിശേഷം പറയാൻ പറ്റും? How will I be able to speak the word? ഒരാളോടെങ്കിലും പുതിയതായിട്ട് ഈ നിൽക്കുന്നതിൽ എങ്ങനെ എനിക്ക് ഒരാളോടൊന്ന് ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും? I started thinking, all of these people who are standing there, I would like to catch one person at least and speak the gospel ഇതാ to them. പരിശുദ്ധാത്മാവ് തന്നൊരു പെയിനാ. And this is the pain that the Holy Spirit gave. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അമ്മാമ പെട്ടെന്ന് വന്നു. And while I was thinking like that, there was a lady who came in. ആമേ. എന്നിട്ട് എന്നെ ഇങ്ങനെ കാണിക്കുകയാണ്, ഇതാ കടൽ. And at that time, God showed me, this is the person. ഇതാ 3 ദൈവദാസന്മാർ. And these are the 3 people who can speak. സ്നാനപ്പെടാൻ വല്ലവരും ഉണ്ടോന്ന്? Is there anyone who can be baptized in this? ഇതെന്റെ ഹൃദയത്തിൽ ഒരു ആഴത്തിൽ പതിച്ചു. And this came in my heart with quite deeply. ഞാൻ പാസ്റ്റർ എഡ്വിന്റെ അടുത്തേക്ക് ഓടിച്ചെത്തു. I ran towards Pastor Edwin. ഇതേ ചോദ്യം തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. The same question I asked Pastor Edwin. ഞാൻ പറഞ്ഞു, കർത്താവ് ഇവിടെ പ്രവർത്തിച്ചാൽ പാസ്റ്റർ നമുക്ക് ഇവിടെ സ്നാനം കൊടുക്കാമെന്ന് ചോദിച്ചു. And I said to Pastor, if the Lord works here today, we can do a baptism service. നമ്മൾ പാടുന്നതൊക്കെ സത്യമാണ്, നിങ്ങൾ മറന്നു പോകരുത്. Remember one thing, whatever you are singing is a true thing. പ്രിയപ്പെട്ടവരെ, ആ ന്യൂ ബ്രൈറ്റൺ ആ ബീച്ചിന്റെ ആ ഏരിയയുടെ കൺട്രോൾ പരിശുദ്ധാത്മാവ് എടുക്കുന്നത് ഞങ്ങൾ ആത്മാവിൽ സെൻസ് ചെയ്യുക. അതിന്റെ അന്തരീക്ഷം പരിശുദ്ധാത്മാവിനെ കൺട്രോൾ ചെയ്യുക. And the New Bright area, the sea area, we could literally sense that area was taken control by the slow movement of the Holy Spirit. ഞാൻ അന്ന് ആമേൻ ഹല്ലേലൂയ ഒരാളെ ഒരു കുടുംബമായിട്ട് പയ്യ സൈഡിലോട്ട് വിളിച്ച് ഞാൻ പറഞ്ഞു, നമുക്ക് ആ പാറയിൽ പോയി കുറച്ചേരം ഇരുന്നാലോ എന്ന് ചോദിച്ചു. And I asked one of the family, and I asked them, can we just go into that rock and sit and have a chat? ആമേൻ. അല്പസമയം സുവിശേഷം പറഞ്ഞു. And I spoke to them about the gospel. അവരെ കുടുംബമായിട്ട് കരയാൻ തുടങ്ങി. And the whole family, they started crying. അതിലെ മോള് സ്നാനത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു മോളല്ലായിരുന്നു. And there was a daughter inside that family. She was not submitting to the baptism. പൊട്ടി കരഞ്ഞ താൻ യേശുവിനെ സ്വീകരിക്കാൻ ഇടയായി. That moment she broke her heart and she started crying in the presence of God. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, ഇതാ കടൽ. And I told that girl, this is the sea. ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. And we have the servants of God. സ്നാനത്തിന് തയ്യാറാണോ? Are you ready for baptism? അവള് പറഞ്ഞു, ഞാൻ തയ്യാറാ പാസ്റ്റർ എന്ന്. And immediately the daughter said, I am ready, pastor. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Hallelujah. ഞാൻ പാസ്റ്റർ എഡ്വിനോട് പറഞ്ഞു, പാസ്റ്ററെ നമുക്ക് ഇവിടെ ഒരു പ്രീച്ചിങ് വെക്കണമല്ലോ. And I said to Pastor Edwin, we can keep a preaching here. പാസ്റ്റർ പറഞ്ഞു, പ്രസംഗിക്കാൻ നല്ല ആള് പാസ്റ്റർ പീറ്റർ ഡേവിസ് ഇവിടെ. And they said that the best person to preach is Pastor Peter അദ്ദേഹം Davis. വീട്ടിലോട്ട് പോകാൻ വണ്ടി എടുത്തിട്ട് ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. And he was going back. I called him to come him ഞാൻ back. പറഞ്ഞു, വരുന്ന വഴിക്ക് ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തോ, ഇവിടെ ഭയങ്കര അന്തരീക്ഷ കൺവെൻഷൻ വെച്ച ഇത്ര ആളെ കിട്ടുകയാൽ ഇഷ്ടം പോലെ ആളുണ്ടെന്ന് I പറഞ്ഞു. told him very clearly, there are lots of people in this beach today. Prepare a message. Come here. The Lord Spirit is going to work in this place. ആമേൻ ഹല്ലേലൂയ. അവർ വന്നു. ആമേൻ. ഞാൻ വെയിറ്റ് ചെയ്യുക, സ്വാമി ബ്രദർ ഇങ്ങനെ നടന്നു വരിക. And he came back, and while this is going on, I saw Swami brother coming. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, നിനക്ക് ഈ വ്യക്തിയെ ഇപ്പോൾ തൊടാൻ കഴിയും. I talked to the Holy Spirit. I said, Holy Spirit, this is the time you can touch this gentleman. സ്വാമി ബ്രദർ ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ടാ വരുന്നത്. And Swami brother is coming there, walking with a casual, shorts and everything. ഞാൻ ഇങ്ങനെ പയ്യെ അങ്ങോട്ട് വിളിച്ചിട്ട് ആത്മാവ് പറഞ്ഞ പോലെ അങ്ങോട്ട് പച്ച പ്യുവർ ഗോസ്പൽ, നത്തിങ് എൽസ്, പ്യുവർ ഗോസ്പൽ, നല്ല ശുദ്ധ വചനം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. I just put my hands around his shoulder, and very pure gospel I started speaking to him. ഇത് കേട്ടോണ്ടിരിക്കുക സ്വാമി ബ്രദർ പയ്യെ മുഴങ്കാലിൽ അങ്ങോട്ടും ആ സാൻഡിലോട്ട് അങ്ങോട്ട് മുട്ടുകുത്തി. And by hearing this, Pastor Swami just bent down and kneeled down there. ഞാനും കൂടെ മുട്ടുകുത്തി. And I was also with him. കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. And we were holding each other and we started crying. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. കൈയടിച്ചു, ജനം കൂടി. And we started clapping hands and the crowd started gathering. ആമേൻ ഹല്ലേലൂയ. അവിടെയൊക്കെ കുളിക്കാൻ നിന്ന എല്ലാ ഇംഗ്ലീഷുകാരും ഉള്ള വന്നവരെല്ലാം കൂടി. And I could see my dear English brothers who were there, who are having a nice time in the bath in the seashore. They all came up. പാസ്റ്റർ പീറ്റർ ശുദ്ധ വചനോട് പ്രസംഗിച്ചു. Pastor Peter started preaching the pure gospel. നോക്കിക്കോണം, എന്നത്തിന് പോയതാ? ടൂറിന് പോയതാ. And now remember one thing, we went there to enjoy. We went for a tour. പിതാവിന്റെയും പുത്രനെ പരിശുദ്ധാത്മ നാമത്തിലൂടെ സ്നാനം നടന്നു. But in the name of the Father and the Holy Spirit, there was a baptism ceremony. ഞാൻ 5 പൈസ കൺവെൻഷന് ചെലവാക്കാതെ 2 എണ്ണത്തെ മുക്കിപ്പൊക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തു. I didn't even spend a single penny, but by the power of the Holy Spirit, the 2 families were baptized and they were taken up. സന്തോഷമുള്ളവരുന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. If you have joy, let your hands be raised and praise God. ഇന്ന് നമ്മുടെ സഭയെ വന്നു കഴിഞ്ഞാൽ മേശയിൽ ശുശ്രൂഷിക്കുന്ന സ്വാമി ബ്രദറും സ്വർണ്ണ സിസ്റ്ററുടെയാ. And if you come to our church today, the service is literally conducted by Swami brother and Swarna sister. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മൾ കൊഞ്ചിയരുത്. And you must understand very clearly, the power of the Holy Spirit should not be quenched. പെന്തിക്കോസുകാരെ നമുക്ക് ചേർത്ത് നിർത്താനല്ല നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്ന, ചേർത്ത് നിർത്തണം, അതിനകത്ത് തെറ്റില്ല. നമുക്കെല്ലാം സഭാ മിനിസ്ട്രിയുടെ ഭാഗം അതാ. പക്ഷെ സുവിശേഷം പറഞ്ഞു ഓരോ ആഴ്ചയിലും ആമേൻ ചിലതിനെ ഈ സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ നമുക്ക് ഒരു അഭിഷേകത്തെ ദൈവം തന്നിട്ടുണ്ട്. The
Lord has given you an anointing so that you will be able to speak the gospel and bring them to the church. You should be one in unity, but make sure the work is outside to bring the people ഓൾഡ് inside. ടെസ്റ്റമെന്റ് ചർച്ച എപ്പോഴും ഇവാഞ്ചലൈസേഷനിൽ ഫോക്കസ്ഡ് ആയിരുന്നു. Old church was also evangelized focused. ക്രൈസ്റ്റിന്റെ ഹാർട്ട് അത് മിഷൻ ഹാർട്ടാണ്. The Christ heart was a mission heart. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ഹൃദയം അത് മിഷൻ ഹാർട്ടാണ്. The heart of Christ was a mission heart. നമ്മളെ ദൈവം ഇവിടെ കൊണ്ടുവന്നു, സത്യമാണ്. The Lord has brought us here. This is true. നമ്മളെ ദൈവം അനുഗ്രഹിച്ചു, അല്ലേ? സ്തോത്രം. The Lord has blessed you. This is true. പക്ഷേ ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന് ഉദ്ദേശമാണ് ചിലരെ നിങ്ങളിലൂടെ ദൈവസഭയ്ക്കകത്തേക്ക് ദൈവത്തിന് കൊണ്ടുവരാൻ പദ്ധതിയുണ്ട്. But there is a purpose and a plan of the Most High God in your place where you are. God has ordained so that people can come inside the church. പ്രിയപ്പെട്ടവരെ, ഡിഫറെന്റ് മെത്തേഡ്സ് ആയിരിക്കും, പക്ഷെ നമ്മൾ പറയുന്ന മെസ്സേജ് ഒന്നാണ്, യേശുവാണ് രക്ഷകൻ. We might be using different kind of methods, but the message is only one, that the Lord Jesus Christ is the Savior. ട്രാക്റ്റ് ആയി കൊടുത്തായിരിക്കും, ഫുഡ് ബാങ്ക് ആയിരിക്കും, ആമേൻ, സുവിശേഷം പരസ്യമായി പെനിയൊക്കെ പോലെ നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് പ്രസംഗിച്ചായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ടായിരിക്കും. ഡിഫറെന്റ് മെത്തേഡ്സ് ആണെങ്കിൽ, ഇപ്പം ഞങ്ങൾ പറഞ്ഞ ടൂറ്, probably different methods, but we have one message, that is Jesus Christ is our Savior. You might be having different methods. You know Penny, she is doing. You know Brother Tony. We have gone to the tour. We might be giving tracts. There can be different kinds of methods, but the message and the aim is one, that the Lord Jesus Christ is the Savior. യേശു കർത്താവിന്റെ സ്വഭാവം ശ്രദ്ധിച്ചേ. You have to concentrate on the behavior of Jesus Christ. ആയിരങ്ങളുടെ മുൻപിൽ യേശു നിന്നു. Jesus was standing in front of thousands of people. 12 എണ്ണത്തെ മോൾഡ് ചെയ്തു. But out of the 1,000, he molded only 12. ആമേൻ. 12 മോൾഡ് ചെയ്തു. 3 പേരെ ആമേൻ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറ്റി. And out of these 12, 3 were taken off for a further step. ആമേൻ. ഒരാൾക്ക് വേണ്ടി സുവിശേഷം പറയാൻ പോയി. And for one person, he went to speak the gospel. എണ്ണം നോക്കരുത്. You must not count. You must not be numbering. ഒരാത്മാവിന്റെ വില മുഴു ലോകത്തേക്കാളും വലുതാ. You must understand, one life is more costly than the whole world. പ്രായം നോക്കരുത്. You must not look at the age. ചിലർ പറയാറുണ്ട് ഞങ്ങളുടെ യൂത്ത് ചർച്ചാണ്. Some people say we are a youth church. നോ പ്രോബ്ലം. No problem. പക്ഷെ പ്രായമുള്ള ഒരു ആത്മാവിനും ആ യൂത്തിനും ഒരു വില തന്നെ. But when somebody is aged, he can also come in that church. There is no problem like that. ആമേൻ, ഹല്ലേലൂയ. ഞാൻ 1-2 കാര്യങ്ങളൂടെ പറയാൻ ഈ സമയത്തെ എടുക്കുക. And I would like to take 1 or 2 things and quickly conclude. ആമേൻ, ഹല്ലേലൂയ. ആരെങ്കിലും ആമേൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഈ സ്ട്രീറ്റിലൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട്, അല്ലെ സുവിശേഷം പറയുന്നുണ്ട്, ഫോണിലൂടെ പറയുന്നുണ്ട്, ട്രാക്ട് ഇടുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു റിസൾട്ട് കാണുന്നില്ലെങ്കിൽ, And if there is a person or who is sitting here who is giving the tracts, he is speaking the gospel, but he feels like that there is no result coming back. ആമേൻ. ചില നാളുകൾക്ക് മുമ്പ് ലണ്ടനിലെ ഒരു ചർച്ചിലേക്ക്, താങ്ക് യു മോനെ, ലണ്ടനിലെ ഒരു ചർച്ചിലേക്ക് ഒരു പുതിയ ഒരാൾ കയറി വന്നു. And in last few days there was a guy who came in a London church. ചില വർഷങ്ങൾക്ക് മുമ്പ്, few years before. It's a few years before. ഓക്കെ. അപ്പോഴത്തേക്കിന് കർത്താവിന്റെ ദാസൻ ആ വ്യക്തിക്ക് ഒരു 3 മിനിറ്റ് സാക്ഷ്യം പറയാൻ സമയം കൊടുത്തു. This gentleman was given 3 minutes to speak a witness, give a testimony. ഞാൻ വളരെ പാപത്തിൽ കിടന്ന ഒരു മനുഷ്യനാണ്. And this gentleman said that I was a man who was deep inside in the sin. പക്ഷേ ഞാൻ എൻ്റെ റിലേറ്റീവിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സിഡ്നിയിലേക്ക് പോയി. And to visit my relative, I went to Sydney. ആമേൻ. ആ സിഡ്നിയിൽ ചെന്നപ്പോഴത്തേക്കിന് ഞാൻ ജോർജ് സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. While I was in Sydney, I was walking through a street called the George Street. അപ്പോൾ തല നരച്ച ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിലേക്ക് ചാടി വീണു. And I just saw out of a blue, there was a guy who was quite aged. He jumped in front of me. അദ്ദേഹം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. And this guy asked a question. Excuse me sir, are you saved if you died tonight? Are you going to heaven? This guy asked the question, excuse me sir, are you saved today? If you die today, will you be going to heaven? ഒരു ട്രാക്റ്റും ഒറ്റ ക്വസ്റ്റ്യനും. One tract, one question. അന്ന് താൻ തിരിച്ച് യുകെയിലേക്ക് വരുമ്പോൾ, And after that, this guy came back to UK. ഇത് തന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. This question constantly came into his mind and it went deep inside his heart. തന്നിൽ എന്തോ സംഭവിക്കുന്നതായിട്ട് തനിക്ക് തോന്നി. He started thinking something is happening. താൻ ലണ്ടനിൽ വന്ന ഉടനെ തന്റെ ഒരു ഉറ്റ സുഹൃത്തിനെ വിളിക്കുവാൻ ഇടയായി തീർന്നു. And when he came back to London, he called one of his friend. ആമേൻ, ഹല്ലേലൂയ. ആ ഫ്രണ്ട് കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. And this friend was a friend who used to worship God. He knew God. ഈ മനുഷ്യനെ ആ ഫ്രണ്ട് ദൈവസന്നിധിയിലേക്ക് നേടി. And this friend started bringing this guy who heard the gospel in Sydney towards God. ഓക്കെ. ആ ചർച്ചിൽ ഉണ്ടായിരുന്ന ആ പാസ്റ്റർ, And the guy who was in this, the pastor who was in this ഈ church, ചർച്ച് അമേരിക്കയിൽ, ഈ പാസ്റ്ററിനെ അമേരിക്കയിൽ ഒരു നേവൽ ചാപ്ലിൻസിന്റെ ഒരു യോഗത്തിലേക്ക് വിളിക്കുവാൻ ഇടയായി തീർന്നു. this pastor was called up in America for a naval chapel.
ഓക്കെ ഈ ചാപ്ലിൻസിന്റെ ഒരു മീറ്റിംഗിൽ It was a meeting of the chaplains. ആമേൻ അതിന്റെ ജനറൽ ആ ചാപ്ലിൻസിന്റെ ജനറൽ ഈ പാസ്റ്റർ ലണ്ടനിലുള്ള പാസ്റ്ററോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാമല്ലോ. And this chaplain or called this pastor from London, and they sat together and they said that let's have some ഈ food. പാസ്റ്റർ ചോദിച്ചു സാറേ നിങ്ങൾ എങ്ങനെയാ യേശുവിനെ അറിഞ്ഞത്? And this pastor asked a question, how did you come to know about Lord Jesus? അദ്ദേഹം പറഞ്ഞു ഞാൻ നേവിയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, He said, I was in Navy. ഞാൻ ഒത്തിരി മദ്യപിക്കുന്ന ഒരു I മനുഷ്യനായിരുന്നു, was a very alcoholic. പാപത്തിൽ കിടന്ന ഒരു I മനുഷ്യനായിരുന്നു, was a man who was full in sin. ഞാൻ നേവിയുടെ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട ഈ പസഫിക്കിന്റെ ഈ ഓസ്ട്രേലിയയുടെ സൈഡിലേക്ക് പോകാനിടയെ തീർന്നു. And he said that because of Navy, I was in Navy, and because of that, I went towards Australia, that side. ഒരു ദിവസം ഞാൻ ഈ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ജോർജ് സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ One day, while I was doing shopping, I was walking through George Street. ഒരു കുറിയ മനുഷ്യൻ എന്റെ മുമ്പിലേക്ക് ചാടി വീണു. I saw that an aged man, he just jumped in front of me. അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, He asked me a question. Sailor, are you saved? Sailor, are you saved? If you die tonight, are you going to heaven? If you die today, are you going to heaven? ആമേൻ. ഒരു വലിയ ഭയം തന്റെ മേലേക്ക് വന്നു വീണു. Suddenly, a great fear came upon him. ആമേൻ. ആമേൻ നേവൽ ഷിപ്പിലേക്ക് മടങ്ങി വന്നപ്പോൾ And when he came back to his naval ship, ആമേൻ അതിനകത്തെ ഒരാൾ തന്നെ ക്രിസ്തുവിലേക്ക് നേടി, ക്രിസ്തുവിലേക്ക് നയിച്ചു. one person who was in this naval ship led him towards Christ. ആമേൻ. ഈ പാസ്റ്റർക്ക് ഇത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. And this pastor, when he heard from this naval guy, it became quite interesting. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. ഈ കെസ്വിക് കൺവെൻഷൻ വളരെ ഫേമസ് ആണ്. You might be knowing a convention called the Keswick Convention. കെസ്വിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സ്ഥലമാണ്. Keswick is a place here. You might be knowing about Keswick Convention. ആമേൻ. എന്താ സംഭവിച്ചതെന്ന് സുരേഷ് ബ്രദറെ, അങ്ങോട്ട് ആമേൻ ഈ ദൈവദാസൻ ആമേൻ ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ And this servant of God went to this Keswick Convention. ഈ കെസ്വിക്കിലെ പല ലീഡേഴ്സുമായിട്ട് സംസാരിച്ച് ഈ ദൈവദാസന്റെ മെയിൻ സ്വഭാവം നിങ്ങൾ എങ്ങനെയാ കർത്താവിനെ അറിഞ്ഞെന്ന് കേൾക്കാൻ ഒരു ആഗ്രഹമാണ്. The peculiarity of this servant of God is that wherever he goes, he would ask a question. How did you come to Christ? What was the way? ആ കെസ്വിക് കൺവെൻഷനിലെ പലരും പറഞ്ഞു, ഞങ്ങൾ ജോർജ് സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ പൊക്കം കുറഞ്ഞൊരു മനുഷ്യൻ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? And in this Keswick Convention, many servants of God replied the same answer. When we were in George Street in Sydney, an aged man came and jumped in front of us, and he started asking question, are you saved? Are you going to heaven? എന്നിട്ട് ലീഫ്ലെറ്റ് ഞങ്ങൾക്ക് തന്നു. And that guy used to give us a leaflet. അത് ഞങ്ങളെ ക്രിസ്തുവിലേക്ക് ലീഡ് ചെയ്തു. This is what has led us to Christ. ഒരു പ്രാവശ്യം ഈ പാസ്റ്റർക്ക് സിഡ്നി സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടി. One day, this pastor got an opportunity to visit Sydney. ഈ പാസ്റ്റർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് താൻ ഇങ്ങനെ അന്വേഷിച്ചു, ആമേൻ, ഇങ്ങനെ സുവിശേഷം പറയുന്ന ജോർജ് സ്ട്രീറ്റിലുള്ള ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? On the George Street, he started asking people, do you know an aged guy who speaks the word of God in this style? അതിൽ ചിലർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയാം അദ്ദേഹത്തെ. And some people said, yes, we know this guy. അതായത് ഇപ്പൊ കാണാറില്ല, ഒത്തിരി പ്രായമായി അദ്ദേഹത്തിന്. And some people said, we don't see him now. He has been a very aged guy. ഈ ലണ്ടനിലെ ഈ പ്രീച്ചർ പറഞ്ഞു, ദയവ് ചെയ്ത് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. And this pastor, he said to, I request you, please can you take me to that guy? അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഫ്ലാറ്റിലേക്ക് ഇവരെ കടന്നു ചെന്ന് നോക്ക് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അകത്തേക്ക് ദയവ് ചെയ്ത് വന്നാട്ടെ. And they went inside a flat and they knocked the door and this guy invited them inside. കഴിയുമെങ്കിൽ ആ ഫോട്ടോ ഞാൻ ഒന്നിട്ടാട്ടോ. I have the picture with me. Frank. If it is possible, can you put that photo? ഇദ്ദേഹത്തിന്റെ പേരാണ് ഫ്രാങ്ക് ജെന്നർ. And this guy's name is Frank Jenner. ഫ്രാങ്ക് ജെന്നർ. Frank Jenner. ഇദ്ദേഹം അകത്തോട്ട് ഈ കർത്താവിന്റെ ദാസനകത്തോട്ട് എന്നേച്ച് ഇദ്ദേഹത്തെ ഷെയ്ക്ക് ചെയ്തേച്ച് പറഞ്ഞു, നിങ്ങൾക്കറിയാവോ നിങ്ങൾ ഇങ്ങനെ ഒത്തിരി കാലമായിട്ട് ഈ വേല ചെയ്യുന്നതാണോ? And this servant of God went inside the flat and asked this guy, do you know how long you've been doing this ministry? അദ്ദേഹം പറഞ്ഞു, 40ഓളം വർഷമായിട്ട് ഞാൻ ഈ വേല ചെയ്യുന്നുണ്ട്. He said to the pastor, for around 40 years I've been doing this. പാസ്റ്റർ പറഞ്ഞു, ഞാൻ നിങ്ങളെക്കുറിച്ച് അറിയുന്നത് ഇന്ന രീതിയിൽ കെസ്വിക്കിൽ വെച്ച്, കരീബിയൻ ഏരിയയിൽ വെച്ച്, ഇനി ആഫ്രിക്കൻ ലാൻഡിൽ പോലും, അമേരിക്കയിൽ വെച്ച് ഇങ്ങനെ പല ലീഡേഴ്സും പല പാസ്റ്റേഴ്സും പല ചാപ്ലിൻസും ഇവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷയിൽ പുറത്തു വന്നവരാണ്. And this pastor told this Frank guy, do you know that many people around the world, in Africa, in America, in Keswick conventions, these are the people who got saved because of your ministry? ഈ ഫ്രാങ്ക് ജെന്നർ ഇരുന്ന് കരയാൻ തുടങ്ങി. Frank Jenner started crying. താൻ പറഞ്ഞു, ഞാൻ ഓസ്ട്രേലിയയിലെ ഒരു നേവൽ ഉദ്യോഗസ്ഥനായിരുന്നു. And Frank Jenner said, I am a naval service officer in Sydney. വലിയ പാപത്തിൽ കിടന്ന വ്യക്തിയായിരുന്നു. I am a man who was walking through great sin. ഞാൻ മരിക്കാൻ പോകുന്ന ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. I went through an experience where I was literally going to die. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കർത്താവിലേക്ക് നയിച്ചു. One of my colleagues took me to the Lord. അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു. That day I took a decision. എല്ലാ ദിവസവും 10 ട്രാക്റ്റുമായിട്ട് ഞാൻ ജോർജ് സ്ട്രീറ്റിലേക്ക് പോകും. Every day with 10 tracts I will go to George Street. എനിക്ക് ഒത്തിരി ശൈ ഉണ്ടായിരുന്നു. And I had lots of problems. പല ബിസിനസ്
ബിസിനസ്സുകാരും അതുവഴി പോകും. Many business people used to go through that way. ഞാൻ പലപ്പോഴും ആത്മാവ് പ്രേരിപ്പിക്കുന്നവരുടെ മുമ്പിലേക്ക് ചാടി വീഴും. And whenever the Spirit led me, I used to jump and come in front of ഈ them. 10 ട്രാക്ട് കൊടുത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ വരും. And I would give these 10 tracts and I will come back. ഈ 40 വർഷത്തിനിടയ്ക്ക് ഞാൻ കർത്താവുമായിട്ട് ഒത്തിരി ഫൈറ്റ് ചെയ്തു. For 40 years, I used to fight with God. കർത്താവ് ഈ 40 വർഷം ഞാൻ വേല ചെയ്തിട്ട് ആരും കർത്താവിനെ അറിഞ്ഞിട്ടില്ല. And I told God, God, I was working for you for 40 years, but nobody came to me. എനിക്ക് ജോലി ചെയ്യണ്ട. I don't want to do this job. ഞാൻ ഈ ജോലി നിർത്താൻ പല പ്രാവശ്യം I തീരുമാനിച്ചു. decided many times I would stop this work. പക്ഷേ ദൈവാത്മാവ് എന്നെ അനുവദിച്ചില്ല. But the Holy Spirit did not let me to do that. ഇവിടെ നിന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, എൻ്റെ ഫ്രാങ്കെ നിങ്ങൾക്കറിയില്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളുടെ ചോദ്യം കൊണ്ട്, നിങ്ങളുടെ ലീഫ്ലെറ്റ് കൊണ്ട് രക്ഷിക്കപ്പെട്ട് ദൈവവേല ചെയ്യുന്ന ആമേൻ അല്ലെ 10,000-കണക്കിന് ജനങ്ങളുണ്ട്. And this pastor said to Frank Jenner, you do not know what you're saying. Because of your tract, because of your ministry, there are thousands and thousands of servants of God around the world who is doing the ministry for the glory of the Most High God. ഒരു വ്യക്തി പോലും ദൈവസന്നിധിയിൽ വന്നില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഫ്രാങ്ക് ജനർ ഞാൻ അത് കണ്ടിട്ടില്ല. Frank Jenner said, I didn't even see a single man coming to Christ. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചതെന്നറിയാമോ? You know what happened, my dear brothers? ഇതറിഞ്ഞ് ചില ദിവസങ്ങൾക്കുള്ളിൽ ഫ്രാങ്ക് ജെന്നർ നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. And in the near days, Frank Jenner went back to the Lord and was in heaven. ഞാനൊരു ദൂത് പറയട്ടെ. Can I send you a message? വേല ചെയ്യണം, റിസൾട്ട് നോക്കണ്ട. You must do the ministry, the work, but don't look at the result. സുവിശേഷം പറയണം. You must speak the gospel. സുവിശേഷം പറയണം. You must speak the gospel. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡോർ ടു ഡോർ ട്രാക്ട് ഇടാൻ പോയപ്പോൾ ടോണി ബ്രദറിന്റെ കയ്യെ പട്ടി കടിച്ച് തൂങ്ങി. And last week when we were going with the tracts, a dog came and bit Brother Tony's hand. ഞാൻ പറഞ്ഞു, ടോണി ബ്രദർ നിർത്താം, ചർച്ചിൽ പോയി ചായ കുടിച്ച് വീട്ടിൽ പോകാം, കൈയൊക്കെ കഴുകാൻ പറഞ്ഞു. I told Tony, brother Tony, let's stop it here, go home, let's wash our hands and let's go back. ടോണി ബ്രദർ പറഞ്ഞു, വേണ്ട, ഈ ട്രാക്ട് മൊത്തം തീർത്ത് ചോദിച്ചാൽ മതി. Tony brother said to me, no, I would stay here, distribute all the tracts and then go back. പ്രിയപ്പെട്ടവരെ, റിസൾട്ട് ഇല്ലെന്നും പറഞ്ഞു വേല നിർത്തരുത്. Do not stop your work because you are not receiving any kind of result. Praise the Lord. Hallelujah. ആമേൻ. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യമാണെങ്കിലും അതിന് പ്രതിഫലവും റിസൾട്ടും തരുന്ന സ്വർഗ്ഗത്തിലെ അപ്പച്ചനാ. You ഹല്ലേലൂയ. might be doing a small work in the presence of the Most High God. Remember one thing, the result will be given by the High God. ആമേൻ. നമ്മളെ ദൈവം ഇവിടെ നിന്ന് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, ആഫ്രിക്കയിലെ പ്രവർത്തനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ്. You are in this country, you are supporting works in Australia, in Africa and in India, in many other countries. പക്ഷെ മറക്കരുത്, നമുക്ക് ഇവിടെ ഒരു മിഷൻ ഉണ്ട്. But you must not forget that you have a vision here. ആമേൻ. ഇവിടെ ഒരു മിഷൻ ഉണ്ട്. You have a vision here. ഇവിടെ ഒരു വർക്ക് ഉണ്ട്. There is a work here. ആമേൻ. ഹല്ലേലൂയ. ഇനി മിഷൻ ഫീൽഡിലെ ഈ മിഷനിൽ വളരാനുള്ള ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. I would stop by saying one thing. How can you increase yourself in this mission field? പ്രോവർബ്സിന്റെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. Proverbs chapter 27 words 17. സദൃശവാക്യങ്ങളുടെ പുസ്തകം 27-17 ഇങ്ങനെ വായിക്കുന്നു, ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. Iron sharpens iron, so one man sharpens another. Iron sharpens iron, in the same way one man sharpens another. ആമേൻ. ഹല്ലേലൂയ. ചിലർക്ക് മിഷൻ ഫീൽഡിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് വരും. Many people are not able to go inside the mission field. പക്ഷെ മറക്കരുത്, നിങ്ങളുടെ വാക്കുകൾ അവരെ എൻകറേജ് ചെയ്യുന്നതായിരിക്കണം. But remember one thing, your words can encourage other people. അയൺ ഷാർപ്പൻസ് അയൺ പോലെ, ഇരുമ്പിന് മൂർച്ച കൂട്ടുന്ന പോലെ നമുക്ക് തമ്മിൽ പ്രാർത്ഥിച്ച് മൂർച്ച കൂട്ടാം. അവൻ എൻകറേജ് ചെയ്ത് മൂർച്ച കൂട്ടാം, അവരെ സഹായിച്ച് മൂർച്ച കൂട്ടാം, അവരെ അവൻ അല്ലെ ഡിസ്കറേജ് ചെയ്യരുത്, അവരെ മൂർച്ച കൂട്ടി വിട്ടാട്ടെ ചിലർ പ്രയോജനപ്പെടും. You may not be able to go by yourself in the mission field, but as the iron sharpens iron, in the same way one person can pray for another, one person can stick with another, one person can literally help in the way he could, so that other person can go in the mission field. ഒരു ഫുൾ ആഴ്ചയിലും എനിക്ക് സീറ്റിൽ പോകാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. There is a possibility in some time I may not be able to go ahead. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ടോണി ബ്രദറിനെ പോലെ ചിലരെ മൂർച്ച കൂട്ടി വെട്ടാൽ അവരവിടെ പ്രയോജനപ്പെട്ടിരിക്കും. But I know it very well, there are people like Tony brother, if we sharpen them they will stand there and the word of God will be expanded. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയി സീറ്റിൽ പ്രവർത്തിക്കും. There are many times when we get time, we go together and we spread the gospel. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നോക്കിക്കോണം, പഴയ നിയമസഭയല്ല പുതിയ നിയമസഭയുടെ വർക്ക് വൺ മാൻ ഷോ അല്ല, ടീം വർക്കാണ്. ടീം വർക്ക്. എല്ലാവരും പറഞ്ഞാട്ടെ, ടീം വർക്ക്. Can I tell you one thing, that the New Testament church is not one man show, it's a teamwork. ആമേൻ. കർത്താവിന്റെ ദാസന്മാരായിട്ട് ചിലരെ ദൈവം സഭയിൽ
ഇടയന്മാരായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. The Lord has appointed some servants of God as pastors in the church. ഫൈവ് ഫോൾഡ് മിനിസ്ട്രി സഭയ്ക്കകത്തുണ്ട്. There is a fivefold ministry in the church. പക്ഷെ എല്ലാവരും ഒരുപോലെ നമ്മൾ വർക്ക് ചെയ്യുകയാണ്. But it is very essential that we all come together and work as one body. ആമേൻ. യേശു കർത്താവ് ലോർഡ്സ് പ്രയർ പഠിപ്പിച്ചില്ലേ പ്രസംഗം? ലോർഡ്സ് പ്രയർ അല്ലേ? You know it very well. The Lord Jesus Christ has taught you God's Lord's prayer. എല്ലാവർക്കും വേദപുസ്തകത്തിൽ ആ ലോർഡ്സ് പ്രയർ ഒന്ന് എടുക്കാമോ? ഞാൻ ഇനി വായിക്കുന്ന ശ്രദ്ധിച്ച് കേൾക്കണേ. Can we all take out Lord's prayer in your Bible, please? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ. Matthew chapter 6 words from 9, please. Matthew chapter 6 and from 9. അപ്പോൾ യേശു പറയുക, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം. And the Lord Jesus Christ is teaching, this is how you have to pray. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എംഫസൈസ് ചെയ്യുന്ന പറയുന്ന വേർഡ് ഒന്ന് കേൾക്കണേ. Very carefully listen to it because I am going to emphasize certain words in it. സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ല, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. It says our Father in heaven. It says our Father in heaven. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. Hallowed be your name, your kingdom come. എനിക്ക് ആവശ്യമുള്ള ആഹാരമല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. It says on the 12th word, give us. The word is used us today our daily bread. എൻ്റെ കടക്കാരോടല്ല, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. It doesn't say forgive my debt, says forgive us our debt. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. It says forgive us our debt. എന്നെ പരീക്ഷയിൽ നല്ല, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത്. And it says and lead us not into temptation. Not ഇവിടെ yourself. സിംഗുലർ അല്ല നമ്മൾ കാണുന്ന, പ്ലൂറലാ കാണുന്നത്. And you can see this is not singular, this is plural. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊരു ടീം വർക്കാണ്. This is a teamwork, you must understand that. ഇതൊരു ടീം വർക്കാണ്. This is a teamwork. ഈ ടീം വർക്കിനകത്ത് നമുക്കെല്ലാം പാർട്ടുണ്ട്, നമുക്ക് മാറി നിൽക്കാൻ കഴിയത്തില്ല. You cannot stay away from this teamwork. You all have a responsibility there. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ എല്ലാം നമുക്കെല്ലാവർക്കും ദൈവം ഒരു മിഷൻ തന്നിട്ടുണ്ട്. All of us who are sitting here, the Lord has given you a mission. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്നാനപ്പെട്ട ചിലരെ ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് ശ്രദ്ധിച്ചു. And I looked at certain people who took baptism in last days. ഞാൻ നേരിട്ട് പോയി സുവിശേഷം പറഞ്ഞ് ദൈവസഭയ്ക്കകത്ത് വന്ന കുറച്ച് പേരേ ഉള്ളൂ. The people who came to church are very few. The people who I've spoke to them face to face are very less. പലരും സഭയ്ക്കകത്തേക്ക് വന്ന പല വിശ്വാസികൾ മൂലമാണ്. And many people who came to church is not through my ministry but the ministry of other people. സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സുവിശേഷം പറയാൻ തുടങ്ങുന്നത്. And when they came inside the church, then we started speaking the അപ്പോൾ gospel. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഒന്നായിട്ട് നിന്ന് നടക്കുകയല്ല. I knew it very well. If I stand there alone, it is not going to work. ഇരുമ്പിന് മൂർച്ച കൂട്ടുന്ന പോലെ ആമേൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൂർച്ച കൂട്ടാനുണ്ട് ഈ മിഷനിൽ. It is very clear, as the iron sharpens the iron, we have to sharpen each other. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഈ ബ്രിസ്റ്റോൾ പട്ടണം ഈ സഭയിലൂടെ, ഇവിടെയുള്ള സഭകളിലൂടെ വിടുവിക്കപ്പെടണമെങ്കിൽ ഒരു ടീം വർക്കിൽ പോയേ പറ്റൂ. If Bristol has to be delivered, if this place has to be won for Christ, then you have to work as a teamwork. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many people are happy here? നിങ്ങൾ ഇതിനകത്ത് പാർട്ടാണ്. You are a part in this ministry. പാസ്റ്റർ ഏൽപ്പിച്ചില്ലെന്നും പറഞ്ഞ് ചെയ്യാതിരിക്കരുത്. Don't think that the pastor has not given me any responsibility, so I am not going to do it. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. Each person has been given a responsibility. ഞാൻ വീണ്ടും പറയുന്നു, ഡിഫറെന്റ് മെത്തേഡ്സ് ആയിരിക്കും, മെസ്സേജ് നമ്മൾ മാറ്റുന്നില്ല. I say different methods might be there, but the message and the focus is one. കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് ഫുഡ് ബാങ്ക് ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. രാവിലെ മുതൽ ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവിടുത്തെ പ്രവർത്തനങ്ങളെ കേട്ടിട്ട് അവിടുത്തെ ലോക്കൽ എംപി ഇത് കാണാൻ വന്നു. Last week we have a ministry where we do the food bank. But listening to this kind of ministry, the local MP came to us and had a chat. ഒന്നോ രണ്ടോ സീഡ് ആണെങ്കിലും തിരുവെടുത്തിന്റെ ഒന്ന് ഇടാൻ പറ്റി. I was able to, even 1 or 2 seeds are there, I was able to plant it. ഞങ്ങൾ ടീമായിട്ട്, ഞാൻ മാത്രമല്ല, ഞങ്ങൾ ടീമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. And as a team we were able to pray in that area. ഈ മിഷനകത്ത് ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ അകത്തേക്ക് ഒരാളെ കൊണ്ടുവരിക മാത്രമല്ല, നമ്മൾ ചിലരിലേക്ക് ഒന്ന് പോകണം. And I can tell you one thing, it's not just bringing the people inside the church, but you must take it outside as well. ആമേൻ, പ്രൈസ് ദി ലോർഡ്. Hallelujah. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. Let's pray together. ഈ ടീം വർക്കിൽ നമുക്ക് ഒരുമിച്ച് മൂവ് ചെയ്യാം. And we as a team work, we must be in one. ഇവിടെ നമുക്കൊരു വേലയുണ്ട്. We have a work here. നിങ്ങളെ എന്താണോ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തമായിട്ട് ചെയ്താട്ടെ. Whatever you have been given, do it with a full responsibility, with full honesty. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമല്ലോ. Let's all stand up in the presence of God. ആമേൻ. ഈ ഗ്രേറ്റ് കമ്മീഷനിനകത്ത് എല്ലാവരുടെ മേലുമാണ് ഈ കോള, നാം സുവിശേഷം പറയണം. And in this great commission, it is the responsibility of each person that you must speak the gospel. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. And Paul says very clearly, I am not ashamed of the gospel. ആമേൻ, ഹല്ലേലൂയ. എനിക്ക് ഇതിനെക്കുറിച്ച് ലജ്ജയില്ല. I am not ashamed of the gospel. ഇത് രക്ഷിക്കപ്പെടുത്തുന്നതാണ് ഈ സുവിശേഷം. This is the word of God which saves you. രോഗികളെ സൗഖ്യമാക്കുന്നതാണ് ഈ സുവിശേഷം. The gospel literally heals the sick. ജനത്തെ മാറ്റുന്നതാണ് ഈ സുവിശേഷം. The gospel literally changes the crowd.
crowd. ഒന്ന് വ്യക്തിപരമായിട്ടൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? Let's completely, personally dedicate ourselves and pray. ഒന്നും തോന്നരുത് ഇത് ഒരു ക്രിട്ടിസൈസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നരുത്. ഞാൻ എന്നെ തന്നെ വെച്ച് പറയാം, കർത്താവ് എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ ചിലരോട് പറയണ്ട, എനിക്ക് ഒരു സ്വന്തം സൈക്കിൾ പോലും ഇല്ലാത്ത മനുഷ്യനാണ്, ഇവിടെ വന്നിട്ട് എനിക്ക് ദൈവം കാർ തന്നു. And I can tell very clearly, I'm not ashamed to speak that. I'm not worthy to have a cycle, but when I came to this country, the Lord has blessed me with a car. ദൈവം നമുക്ക് ഭവനം തന്നു. The Lord is the one who gives you the home. ആമേൻ, നമുക്ക് എല്ലാം തന്നു. The Lord gives us everything. ഇനി ഒറ്റ ചോദ്യം ചോദിക്കാം. But can I ask you one question? ഈ രാജ്യത്ത് വന്നിട്ട് നിങ്ങൾക്ക് എത്ര ആത്മാക്കളെ നേടാൻ പറ്റി? In this country you came, how many people were you able to save for God? നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് തന്നില്ലേ? The Lord has given us everything that you require. ഒരാളെങ്കിലും ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ How many people have you been able to bring in the kingdom of God? കർത്താവ് എന്നെ ഒന്ന് ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? Today please pray, Lord, use me so that I can bring people in God. Praise the Lord. ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? Let's pray today with that prayer. നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. The Lord is able to use you. ദൈവത്തിന് നിങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. The Lord can use you. നിങ്ങൾക്ക് ഭാഷകളുടെ ആമേൻ അപര്യാപ്തത കാണും. There is a possibility that you might not be knowing good language. ആമേൻ, അതൊന്നും നിങ്ങൾ നോക്കരുത്. Do not worry about that. ആമേൻ. അല്ലെങ്കിൽ കർത്താവിന് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിനെ നിങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. And if you have a desire in your heart, the Lord is able to use you. ഈ നിമിഷം കർത്താവിന്റെ ദാസന്മാരൊന്ന് ഫ്രണ്ടിലോട്ട് വന്നാട്ടെ. I would request the servants of God to come forward. ദയവ് ചെയ്ത് ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നാട്ടെ. Please come forward. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരുമിച്ച് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. And we would like to come together and pray. പ്രിയപ്പെട്ടവരെ, ആമേൻ, കഴിഞ്ഞ ദിവസം ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. In the last days, the servant of God gave a statement. I would like to say about that. പോലീസിനെ കാണുമ്പോഴത്തേക്കിനെ കള്ളൻ കൈവെക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ സറണ്ടർ ആയെന്ന. And when a thief sees a police and he raises his hand, that means the thief is surrendering there. ഒന്നും പറയണ്ട, ആക്ഷൻ കൊണ്ടറിയാം സറണ്ടർ ആയെന്ന്. You don't have to say anything. By the action, you know that it has surrendered. സറണ്ടർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നാൽ. Are you able to surrender your life for the gospel? Please come forward. ഇനി അങ്ങോട്ട് വരാൻ പറ്റത്തില്ലെങ്കിൽ ഒന്ന് കൈവെക്കിയാട്ടെ. And if you are not able to come here, just raise your hand. ആമേൻ, ഞാൻ സറണ്ടർ ചെയ്യാൻ തയ്യാറായി. Oh Lord, I am ready to surrender myself. എന്റെ നാവിനെ നീ ആമേൻ ഹല്ലേലൂയ ഈ കർത്താവിന്റെ സുവിശേഷം പറയാൻ ഉപയോഗിക്കണം. Lord, use my tongue so that I can speak the gospel. എന്റെ കുഞ്ഞുങ്ങളെ ഈ സുവിശേഷം പറയാൻ ഉപയോഗിക്കണം. Lord, please use my children so that they will be able to speak the gospel. ആമേൻ ഹല്ലേലൂയ. കർത്താവേ, എന്നെ സുവിശേഷം പറയാൻ എൻ്റെ മേൽ ഒരു അഭിഷേകം തരണം. Lord, you must anoint me so that I will be able to speak the gospel. ആമേൻ ഹല്ലേലൂയ. എന്നെ ഒരു മിഷന് വേണ്ടി നീ ഉപയോഗിക്കണം. Lord, please use me for a mission. ആമേൻ ഹല്ലേലൂയ. കണ്ണുകളോട് ചെന്ന് പ്രാർത്ഥിച്ചേ. Let's pray together like this. വിശ്വസിക്കുന്നവരുടെ കരങ്ങളെ ഒന്ന് If ഉയർത്തിയാട്ടെ. you believe in God, raise your hand, please. ഇന്നത്തെ ഈ ഒരു മിഷൻ മീറ്റിംഗ്, ഈ മിഷൻ സെമിനാർ In this mission seminar that we എന്റെ are in, ജീവിതത്തിലെ മിഷനെ, എന്റെ ജീവിതത്തിലെ കോളിങ്ങിനെ, എന്റെ ജീവിതത്തിലെ ആമേൻ ഹല്ലേലൂയ ആ വലിയ നിയോഗത്തെ ഒന്ന് ഉണർത്തുന്നതായിരിക്കട്ടെ. Lord, from this day onwards, it will literally raise my mission field and my aim to do the ministry for the God. ആമേൻ. ദയവ് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നാൽ. If you really believe that, please come forward. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. I would like to pray. We would like to pray one word for you. ഇരുമ്പിരും മൂർച്ച കൂടുന്ന പോലെ As the iron sharpens the iron, ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. we would like to pray one word for you. ആർക്കെങ്കിലും if anyone want to come forward, will you please come forward? If you want to come forward for God, please come ഒരു forward. വാക്ക് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ദൈവദാസന്മാർ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. And we, as a servant of God, we would like to pray for you. ആമേൻ. നിങ്ങളുടെ ജീവിതം മാറും. Your life will be changed. നിങ്ങളുടെ നാവുകളെ ദൈവം ഉപയോഗിക്കും. The Lord is going to use your tongue. നിങ്ങളുടെ ട്രാക്ട് നിങ്ങൾ കൊടുക്കുമ്പോഴത്തേനും അതൊരു വിടുതലായി തീരും. The tracts that you have given, those tracts will bring result for you. ക്രിസ്തുവിന്റെ ഭാവം നിങ്ങൾ ഉണ്ടാകും. The Lord's character will be inside of you. ദൈവസഭയ്ക്ക് ഒരു വലിയ റിസൾട്ട് ഉണ്ടാകും. There will be a great result in the church of God. ബ്രിസ്റ്റോൾ ഒരു മൂവ്മെന്റ് ഉണ്ടാകും. വിശ്വസിച്ചാട്ടെ. There will be a movement in Bristol. Believe it. ആമേൻ. അനേക രാജ്യക്കാരെ, അനേക ഭാഷക്കാരെ ദൈവം ഇതിനകത്ത് കൊണ്ടുവരും. Many nations will be saved. Many people who speak different languages, they will come in the church. നിങ്ങൾ ഇങ്ങനെ ഒന്ന് വിശ്വസിക്കുക. സഭയല്ല ഉണരേണ്ടത്, ഞാനാ ഉണരേണ്ടത്. You have to believe that it is not the church which has to be awakened. It is you who have to be ഞാൻ awakened. ഉണർന്നാൽ എൻ്റെ സഭ ഉണരും. If I am awakened, my church will automatically be awakened. Hallelujah. Please come forward.